ഇസ്ലാമിലേക്ക് ജന്മനാ കടന്നു വന്നു എന്നതാണോ നമ്മുടെ ഇതിനോടുള്ളൊരു അലസത? ഒരു ജനിക്കുമ്പോൾ തന്നെ മുസ്ലിം നാമധാരികളായ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളായി ഈ ലോകത്തേക്ക് പിറന്നു വീണു എന്നതുകൊണ്ട് പലപ്പോഴും ഈ ആദർശത്തിൻ്റെ ഒരു പവിത്രതയെ, ഇതിൻ്റെ ഒരു മഹത്വത്തെ നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാതായിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരിക്കൽ മദീന പള്ളിയുടെ മിമ്പറിൽ കയറി പൊട്ടിക്കരയുകയാണ്. ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചേർന്നു. എന്താണ് അബൂബക്കർ കരയാൻ കാരണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ മിമ്പറിൽ ഇതുപോലെ കയറി പൊട്ടിക്കരയുകയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞങ്ങൾ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഒരു ദിവസം ശക്തമായി കരയുകയാണ്. അപ്പൊ ആ കാഴ്ച കണ്ട ആളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും സമാനമായി പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വഹാബത്തെ സലുല്ലാഹൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഐഹിക പാരത്രിക ലോകത്ത് നമുക്ക് ആഫിയത്ത് കിട്ടാൻ, സൗഖ്യം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്താണ്, അത് കഴിഞ്ഞാൽ ആഫിയത്താണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളുടെ ശരീരത്തിന് ഒന്നനങ്ങാൻ പോലും കഴിയുന്നില്ല എങ്കിലും കുഴപ്പമില്ല, പക്ഷെ മുസ്ലിം ആവാൻ പറ്റണം. അതാണ് ആ ഹദീസ് അറിയിച്ചെന്നത്. നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ക്യാൻസർ ഇല്ല, മാരകമായ രോഗങ്ങളൊന്നുമില്ല, ആരോഗ്യപരമായി നമ്മൾ വളരെ ക്ലിയർ ആണ്. പക്ഷേ ഇസ്ലാമിനെ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ആ ശരീരം യഥാർത്ഥത്തിൽ വലിയ നഷ്ടമുള്ള ശരീരമാണ്. എന്നാൽ മുസ്ലിമായ ഒരു ശരീരമാണെങ്കിൽ, മുസ്ലിമായ ഒരു ആത്മാവാണെങ്കിൽ, അവൻ്റെ കൈകാലുകൾ ചലിച്ചിട്ടില്ല എങ്കിലും അവൻ്റെ ശരീരത്തിലെ അവൻ്റെ വിസർജനങ്ങളെ ഒന്ന് പുറത്തേക്ക് സ്വയം ഒന്ന് ഒഴുക്കി കളയാൻ പോലും അവന് കഴിയുന്നില്ല എങ്കിലും പ്രശ്നമില്ല, ഇസ്ലാം ഉണ്ടായാൽ മതി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏറ്റവും വലിയൊരു നിഅമത്താണ്. ഇത് നമുക്ക് റബ്ബ് തന്നതാണ്. ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം, മുസ്ലിം ചിത്രത്തിൽ പൊതുവിൽ നമ്മൾ ഇന്ന് നോക്കിയാൽ ചിലർക്കൊക്കെ ഒരു അപകർഷാബോധം, ചിലർക്കൊരു ആത്മവിമർശനം, ഞാനൊരു മുസ്ലിമായി പോയല്ലോ, ഈ സമൂഹത്തിൻ്റെ ആചാരങ്ങൾക്കും അവരുടെ ആഘോഷങ്ങൾക്കും അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ, ജീവിതത്തെ ഇഴുകിച്ചേർക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, എനിക്കൊരു ഇസ്ലാമിൻ്റെ ആളായി പോയില്ലേ, അതുകൊണ്ട് ചിലതൊന്നൊക്കെ വിട്ടുക്കണം. ഒന്ന് ആലോചിക്കുക, യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആളായി എന്നത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്താണ്. മക്കയിൽ ചില ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്ത് വന്ന് റസൂലിനോട് പറഞ്ഞു, റസൂലെ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട്. ഒരു അഭിമാനപൂർവ്വം പറയാണ്. എന്തോ റസൂലിനോടൊരു ഔദാര്യം ചെയ്തതുപോലെ, അള്ളാഹിനോടൊരു ഔദാര്യം ചെയ്തതുപോലെ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറക്കി, സൂറത്ത് ഹുജറാത്തിലെ 17-ാമത്തെ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യമുന്നൂന അലൈക അന്നസ്ലമു, നബിയെ, അവർ പറയുന്നത് അവർ ഇസ്ലാം സ്വീകരിച്ചതൊരു വലിയ സംഭവമായിട്ട്, വലിയൊരു നിഅമത്തായി, എന്ന് വെച്ചാൽ അള്ളാഹുവിനോടും റസൂലിനോടും ചെയ്തു കൊടുത്ത വലിയ ഔദാര്യമായിട്ടാണ് അവർ പറയുന്നത്. നബിയെ പഠിപ്പിച്ചു കൊടുക്ക്, കുല്ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനെ ഇങ്ങോട്ടേക്ക് നിയമത്താണെന്ന് പറയണ്ട. ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാക്കും ലിൽ ഈമാൻ, അല്ലാഹ് തന്ന നിയമത്താണ് നിങ്ങൾക്ക്. ഒരുപാട് ആളുകൾക്ക് കൊടുക്കാത്ത ഒന്ന് റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് തന്നു എന്നുള്ളത് അത് നിങ്ങൾക്ക് ഞാൻ ചെയ്തെന്ന ഔദാര്യമാണ്. അതല്ലാതെ നിങ്ങൾ മുസ്ലിമായി എന്നത് നിങ്ങൾ എന്നോട് ചെയ്ത ഔദാര്യമല്ല എന്ന് അള്ളാഹു തിരുത്തി കൊടുത്തു. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഇസ്ലാമിൻ്റെ കീഴിൽ ജീവിക്കുന്നു എന്നത് ഇത് റഹ്മാനായ റബ്ബ് തന്ന വലിയ നിഅമത്താണ്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിൽ തന്നെ മരിക്കണം എന്നതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് 10,000-ൽ ഉപരി മതങ്ങളുണ്ട്. 10,000-ൽ ഉപരി മതങ്ങൾ ഇന്ന് ലോകത്തുണ്ട്.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിൽ കബൂലാകുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ അനുയായികളാണ് നമ്മൾ. അത് നമ്മൾ ഉൾക്കൊള്ളണം. എന്തൊക്കെ ആചാരങ്ങളുണ്ട് ലോകത്ത്, എന്തെല്ലാം രൂപത്തിലുള്ള അനാചാരങ്ങൾ അല്ലെ, കണ്ടാൽ അറപ്പ് തോന്നുന്ന എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ. ഒരു മൈക്കയുടെ മുമ്പിൽ നമുക്ക് സമൂഹ മധ്യേ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ആചാരങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെ റഹ്മാനായ റബ്ബ് നമ്മളെ ഫിൽറ്റർ ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവന്നു എന്നത് അതിന്റെ നിഅമത്ത്, അത് നമ്മൾ മനസ്സിലാക്കണം. നിഅമത്തുൽ ഇസ്ലാം, ഇസ്ലാം എന്ന നിഅമത്ത് അത് ഏറ്റവും വലിയ നിഅമത്താണ്. അതുകൊണ്ടാണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. പവിത്രമായ മാസങ്ങൾ വരെ ആ മാസങ്ങളിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയായി വീട്ടിലടച്ചു. അവസാനം പവിത്ര മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, ജാഹിലിയത്തിലുള്ളവർക്കും പവിത്ര മാസങ്ങളിൽ അവർ ആളുകളെ കൊല്ലില്ല. അപ്പോൾ അഷ്ഹുറുൽ ഹുറും, പവിത്രമായ മാസങ്ങൾ അവസാനിച്ചപ്പോൾ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഹറമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഹറമിൽ നിന്ന്, കാരണം ഹറമിൽ വെച്ച് അവർ കൊല്ലില്ല, ഹറമിന്റെ ഹില്ലിലേക്ക് പുറത്ത് കൊണ്ടുവരണം. അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൈകളിലും കാലുകളിലുമൊക്കെ വിലങ്ങുകളാക്കി അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഖുബൈബ്, എന്താണ് നിന്റെ അവസാനത്തെ ആഗ്രഹം? മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം അള്ളാഹുവിനു വേണ്ടി 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് വളരെ വേഗത്തിൽ ആ നിസ്കാരം അവസാനിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് പറയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരിക്കും ഒരു പക്ഷേ ഞാൻ എൻ്റെ നിസ്കാരം നീട്ടിയാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ മരിക്കാൻ പേടിച്ച് നിൽക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നിസ്കാരം പെട്ടെന്ന് അവസാനിപ്പിച്ചത്. യഥാർത്ഥത്തിൽ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് ധാരാളം സുജൂദിൽ കടക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ നിസ്കാരത്തെ പെട്ടെന്ന് അവസാനിപ്പിച്ചത് നിങ്ങൾ വിചാരിച്ചു പോവരുത് ഖുബൈബിന് മരിക്കാൻ ഭയമാണ് എന്ന്. എന്നിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ചരിത്ര പ്രസിദ്ധമാണ്. അദ്ദേഹത്തെ കുരിശിലേറ്റാൻ വേണ്ടി നിൽക്കാൻ ആ സമയത്ത് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഫലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ. ഫലസ്തു ഉബാലി, എനിക്കൊരു പ്രശ്നമില്ല ഹീന ഉഖ്തലു മുസ്ലിമാ, ഞാൻ മുസ്ലിമായി മരിക്കുന്നതിൽ, ഞാൻ മുസ്ലിമായിട്ടാണ് കൊല്ലപ്പെടുന്നത്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ, എവിടേക്ക് മറിഞ്ഞു വീണാലും ഞാൻ അള്ളാന്റെ മാർഗത്തിലാണ്, അതുകൊണ്ട് എന്താ പേടിയെന്നാണ്. ഇതാ സുഹൃത്തുക്കളെ നമുക്ക് ഉണ്ടാവേണ്ട ബോധ്യം. മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കാൻ പറ്റണം. ജനിക്കുമ്പോൾ മുസ്ലിമായി ജനിച്ചു എന്നതല്ല വിഷയം, മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കാൻ പറ്റുക എന്നതാണ് വളരെ പ്രധാനം. അത് നഷ്ടപ്പെട്ടു പോകും, പല കാരണങ്ങൾ കൊണ്ടും നഷ്ടപ്പെട്ടു പോകും. ജീവിതത്തിന്റെ തുടക്കം എന്ത് എന്നതല്ല അള്ളാഹു നോക്കുന്നത്, ജീവിതത്തിന്റെ ഒടുക്കം എന്ത് എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒന്ന് മുസ്ലിമായി മരിക്കാനുള്ള കൊതിയാണ്. അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മുസ്ലിമായി മരിക്കാനുള്ള പരിശ്രമമാണ്, അത് നമ്മളിൽ നിന്ന് നിലക്കാൻ പാടില്ല. മുസ്ലിമായി മരിക്കാനുള്ള പ്രാർത്ഥനയാണ്, അത് നമ്മുടെ നാവിൽ ഒരിക്കലും നിശ്ചലമാവാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ ഏത് സമയവും അല്ലാഹുവേ എന്നെ ജനിപ്പിച്ചത് ഇസ്ലാമായി കൊണ്ടാണ്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട് പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങളായ നമ്മൾ നെഞ്ചേറ്റേണ്ട ഒരു വാക്കാണ്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മളൊരു സമൂഹമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയും, നമ്മളൊരു സമൂഹമാണ്, ഇസ്ലാം കൊണ്ടാണ് നമ്മുടെ ഇസ്സത്ത്, ഈ മതമാണ് നമ്മുടെ ഇസ്സത്ത്, ഇസ്ലാമിന്റെ ആദർശമാണ് നമ്മുടെ ഇസ്സത്ത്. ആ ഇസ്സത്തിനെ ഇല്ലാതെയാക്കുന്ന ഒന്നിലേക്കും, ഇസ്ലാം അല്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തെയോ ഒരു മതത്തെയോ തത്വത്തെയോ വീക്ഷണത്തെയോ സ്വീകരിച്ചാൽ അതല്ലനല്ലാഹ്, നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് വിട്ടുപോയാൽ റഹ്മാനായ റബ്ബ് നമ്മളെ തരം താഴ്ത്തി കളയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മുസ്ലിം എന്ന നാമധാരികൾ മാത്രമാവരുത്, മുസ്ലിം എന്ന ആദർശത്തിന്റെ വക്താക്കളായി മാറണം. ഇത് നെഞ്ചേറ്റണം. ഒന്ന് ആലോചിച്ച് നോക്കൂ,
നമുക്ക് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര ഉണ്ട്? ഞാൻ ഇങ്ങനെ തന്നെ മരിക്കോ എന്ന് പേടിക്കുന്ന ഒരാൾ, അല്ലെ? റഹ്മാനായ റബ്ബേ, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഈ ദീന് നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ എത്ര പേര് പേടിച്ചിട്ടുണ്ടാവും? നമ്മൾ എത്ര പേര് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും, പടച്ചോനെ ഇന്നെ മരിപ്പിക്കുമ്പോൾ ഈ ദീന് തന്നെ മരിപ്പിക്കണേ? അങ്ങനെ ഒരു ഭയം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും നമുക്കുള്ളൊരു നിർഭയത്വമാണ്. പലപ്പോഴും അൽഹംദുലില്ലാഹ് എന്തായാലും മുസ്ലിം ആയല്ലോ, ഇനിയിപ്പോൾ മരിക്കും അങ്ങനെയൊക്കെ തന്നെ മരിക്കും. നമ്മൾ നിർഭയത്വത്തിലാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അറിയപ്പെട്ട മഹാ താബഈ പണ്ഡിതനാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി മരിക്കാൻ നേരം അദ്ദേഹം അതിശക്തമായി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അരികിൽ കൂടിയ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഫഇന്ന അഫ്വല്ലാഹി അഅളമ മിൻ ദുനൂബിക്. സുഫിയാൻ, അള്ളാഹുവിൻ്റെ മാപ്പുണ്ടല്ലോ അത് നിന്റെ പാപങ്ങളെക്കാൾ വളരെ വലുതാണ്. എന്നുവെച്ചാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് പുറത്തു തരും, പേടിക്കേണ്ട സുഫിയാൻ എന്നാ പറഞ്ഞത്. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് മരണനേരത്ത് കരയുന്നത് കണ്ടപ്പോൾ ആളുകൾ പറയാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചോൻ പുറത്തു തരും, ഇതിനെ പേടിക്കണം, ബേജാറാവണ്ട. അപ്പൊ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ ചെയ്തെന്നറിയോ? അദ്ദേഹം ഒരു പിടി മണ്ണ് വാരിയിട്ട് പറഞ്ഞു, എൻ്റെ തെറ്റുകൾ ഇത്ര പോലുമില്ല, ഞാൻ അതിനു മാത്രം തെറ്റ് ചെയ്ത വ്യക്തി അല്ലടോ, പിന്നെ എന്തിനാ ഞാൻ കരയുന്നതെന്നറിയുമോ? ലൗ അലിംതു അന്നി അമൂതു അല തൗഹീദി ലം ഉബാലി. ഞാൻ തൗഹീദുള്ളവനായി മരിക്കും എന്നെനിക്കറിയുമായിരുന്നെങ്കിൽ അൽഹംദുലില്ലാ, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ ആദർശം നഷ്ടപ്പെട്ടു പോകുമോ, ഞാൻ മുസ്ലിം അല്ലാതെ മരിക്കുമോ എന്ന പേടിയാണ് എന്നെ കരയിപ്പിച്ചത് എന്നാണ്. സഹോദരങ്ങൾ, അതുകൊണ്ടാണ് ചോദിച്ചത്, നമുക്ക് അങ്ങനെ ഒരു പേടി നമ്മുടെ സുജൂദിൽ, നമ്മുടെ നിസ്കാരത്തിൽ, നമ്മളും നമ്മുടെ പ്രാർത്ഥനയുമായി നമ്മൾ നമ്മുടെ റബ്ബുമായി ഒറ്റപ്പെടുമ്പോൾ നമ്മളിൽ ഒരാൾ, നമ്മളൊന്ന് ആത്മാർത്ഥമായി ചോദിച്ചു നോക്കൂ, എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി റബ്ബിനോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടോ, റബ്ബേ എന്നെ ഈ ദീനിൽ മരിപ്പിക്കണേ എന്ന്? നമ്മൾ നിർഭയരാണ്. നമ്മളെന്തോ ഇതിൽ തന്നെ മരിക്കുമെന്ന ഒരു ഗ്യാരണ്ടി കിട്ടിയതുപോലെയാണ്. അത് മാറ്റപ്പെടണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആൻ ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥന പറഞ്ഞപ്പോൾ അതിൽ മഹാഭൂരിപക്ഷം പ്രവാചകന്മാരും പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്. മഹാനായ യൂസുഫ് നബിയുടെ പ്രാർത്ഥനകൾ ആലോചിച്ച് നോക്കി. അവിടെ എന്താ പറഞ്ഞത്? അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ. പടച്ചോനെ, നീയാണ് ദുനിയാവിലും പരലോകത്തും എൻ്റെ വലിയ. എന്നിട്ട് പറയാണ്, തവഫനി മുസ്ലിമാ. അല്ലാഹുവേ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ, എന്നാണ്. ആരാ പറയുന്നത്? ഒരു പ്രവാചകൻ അള്ളാഹുവിൻ്റെ വഹി കിട്ടുന്ന റഹ്മാനായ റബ്ബ് ഈ ലോകത്തിന് ഇസ്ലാമിൻ്റെ വെളിച്ചത്തെ പകർന്നു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒരു പ്രവാചകന്റെ പ്രാർത്ഥന, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവിനെ മുസ്ലിമാക്കി മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ എന്നുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എന്താ പ്രാർത്ഥിച്ചത്? പടച്ചോനെ, മരിക്കാൻ നേരത്തിൻ്റെ ഈ ദീന് പിശാച് തട്ടിയെടുക്കാണ്ട് എന്നെ കാത്തു രക്ഷിക്കണേ എന്നാണ്. അതാണ് ചോദിച്ചത്. നമുക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന, ഇങ്ങനെ ഒരു പേടി പടച്ചോന്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ ഇസ്ലാമായിട്ട് മരിക്കാൻ പറ്റുമോ? സുഹൃത്തെ, നമ്മുടെ ശരീരത്തിലുള്ള ഈ ഇസ്ലാമിന്റെ ഷിയാറുകൾ നഷ്ടപ്പെടാൻ നിമിഷങ്ങൾ മതി. ഈ താടിയും ഈ ഹിജാബും നിഖാബും ഒക്കെ ഒഴിവാക്കാൻ ഈ ആടിക്കളിക്കുന്ന ഒരു ഇലയെപ്പോലെയാണ് ഹൃദയം. അതൊന്നും അറിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ചേലിലും കോലത്തിലും അല്ല. പിന്നെ അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിച്ചത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. പടച്ചോനെ, എന്നെ ഈ ദീനിൽ നിലനിർത്തി തരണേ. കാരണം എപ്പോഴും മാറാം. ഞാൻ പറഞ്ഞല്ലോ, കണ്ണിൽ കണ്ട അനുഭവങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിൽ നിന്ന് തെറിച്ചു പോകാൻ വളരെ എളുപ്പമാണ്. ഏത് സമയത്തും നമ്മൾ മാറി മറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും ഇസ്ലാമിൽ മരിക്കാനുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവണം. മാത്രമല്ല, നമ്മൾ വസിയത്ത് കൊടുക്കണം പരസ്പരം. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും അവരുടെ മക്കളെങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് അവസാനത്ത് കൊടുക്കുന്നൊരു വസിയത്തുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിലെ 132-ാമത്തെ ആയത്ത്, വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു
യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു ഇത് എന്തിനാ പറയണത്? വവസ്സാ ബിഹാ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ പൊന്നോമന മക്കളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് പറയുന്ന വാക്ക് യാ ബനിയ, എന്റെ പൊന്നാര മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്കൊരു ദീന് സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആ ദീനേത? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുന്ന മതം ഇസ്ലാമാണ്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമാങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവല്ല, ഇസ്ലാമിൽ മരിച്ചു പോണേ എന്ന വസിയത്ത്. ആരുടെ മക്കളോട് പറയണത്? ഇബ്രാഹിം നബിന്റെ മകനാരാന്ന് നമുക്കറിയാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവിടുന്ന് അങ്ങോട്ടുള്ള മക്കൾ, അവരോട് വസിയത്ത് കൊടുക്കുന്നത് മുസ്ലിമായിട്ടേ മരിക്കാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു ഈ ഒരു പേടി നമുക്ക് കടന്നുകൂടിയിട്ടുണ്ടോ? മഹാനായ ഹാത്തിമുൽ അസം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാക്കുണ്ട്, 4 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നിർഭയരാണെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണെന്നാണ്. 4 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നിർഭയരാണെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണ്, പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഒന്നാമത്തെ കാര്യം? ഒന്നാമത്തെ കാര്യം, റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് ഫരീഖുൻ ഇലൽ ജന്ന ഫരീഖുൻ ഇലൽ നാർ ഫരീഖുൻ ഇലൽ സഈർ എന്ന് പറയും. ഒരു കൂട്ടം നരകത്തിലേക്ക്, ഒരു കൂട്ടം സ്വർഗത്തിലേക്ക്. ഇതിനെക്കുറിച്ച് നമ്മൾ പേടിയില്ലെങ്കിൽ നമ്മൾ വിഡ്ഢികളാണ്. അതിനെക്കുറിച്ച് നമ്മൾ പേടിക്കണം എന്നുള്ളതാണ്. സ്വഹാബത്ത് തൻ്റെ പ്രിയതമയുമായി സല്ലപിക്കുന്ന വേളയിൽ പോലും പൊട്ടിക്കരയാണ്. മഹാന്മാരെ സ്വഹാബത്ത് അവരിങ്ങനെ ഭാര്യയുമായിട്ട് കളിതമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരയാ. എന്തേ കരഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സ്വഹാബികൾ പറയാണ്, ഞാൻ ഓർത്തുപോയി, നാളെ പരലോകത്ത് നരകത്തിക്കൊരാളെ സ്വർഗത്തിക്കൊരാളെ അള്ള മാറ്റി നിർത്തും, ഞാൻ എവിടെയാണ് എന്നെനിക്കറിയില്ലല്ലോ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലെ, നിങ്ങളെല്ലാവരും നരകത്തിന്റെ വക്കിലെത്തും എന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഉഖ്ബിർനാ ബിൽ വുറൂദി വലം മുഖ്ബിർനാ ബിൻ നജാതി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. നരകത്തിന്റെ വക്കിൽ നമ്മളിങ്ങനെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവരും രക്ഷപ്പെടുത്തുന്ന അല്ല പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് കരയാൻ ഞാൻ ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി. ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് രാവിലെ മുതൽ ഇത്ര സമയത്തിനിടയിൽ പടച്ചോനെ, ഞാൻ സ്വർഗത്തിന്റെ ആളാണോ, ഞാൻ നരകത്തിന്റെ ആളാണോ, ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? അപ്പോഴാണ് സംതൃപ്തിയായി മടങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല. ഒരിക്കലും ഇതൊരു മാജിക്കായി ഒരു അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിലൂടെ പെട്ടെന്നൊരു ഇസ്ലാമായി, പെട്ടെന്നൊരു നന്മകളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു നല്ലൊരു മരണം കിട്ടുക, അതൊന്നും അങ്ങനെ സംഭവിക്കുന്നൊരു കാര്യമില്ല. അതിശക്തമായ പരീക്ഷണങ്ങളെ അതിജയിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ജീവിതത്തെ പരിഷ്കരണം നടത്തിയ ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ് സൽമരണം, നല്ല മരണം. അതല്ലാത്തവർക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഈ ഒന്നാമത്തെ രംഗം അല്ലെ, ഇമ്മ ഫരീഖുൻ ഇലൽ ജന്ന വ ഇമ്മ ഫരീഖുൻ ഇലൻ നാർ, നരകത്ത് കാണോ സ്വർഗത്ത് കാണോ, ഇതിലേതിലാണ് നമ്മൾ ഉണ്ടാവുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലേ നമ്മൾ വഞ്ചിക്കപ്പെട്ടു. രണ്ടാമത്തൊരു വിഷയം, നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന ആ 3 ഇരുട്ടറകൾക്കുള്ളിലായിരുന്ന ഒരു കാലുണ്ട്. ആ കാലത്ത് അള്ളാഹു എഴുതി വെച്ച ഒരു കാര്യമുണ്ട്. അതെന്താ? നമ്മൾ സൗഭാഗ്യവാന്മാരാണോ ദൗർഭാഗ്യവാന്മാരാണോ എന്നാണ് അല്ല എഴുതിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയിട്ടുണ്ട്. എന്ത്? ഷഖിയാണോ സഈദാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ്. അതിനെക്കുറിച്ച് ആലോചിക്കലുണ്ടോ? പടച്ചോനെ, എന്നെ എന്താ എഴുതിയതല്ല? ഞാൻ ഷഖിയായിരിക്കോ? ഞാൻ ദൗർഭാഗ്യവാനായിരിക്കോ റബ്ബേ? അതല്ല, സഈദായിരിക്കോ? ഞാൻ സൗഭാഗ്യവാനായിരിക്കോ റബ്ബേ? ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ്. ചിന്തിച്ചിട്ടില്ലേ, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തത്, നമ്മൾ നാളെ ഹൗലുൽ മത്ല എന്ന് വെച്ചാൽ അതിഭീകരമായ മരണത്തെ നമ്മൾ ഫേസ് ചെയ്യും. ആ മരണത്തിന്റെ രംഗത്ത് നമ്മളെ റഹ്മാനായ റബ്ബ് വിളിക്കുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ,
ഇസ്ലാമിനെ കൊണ്ട് സമ്പൂർണമായ സമാധാനമടഞ്ഞ ആത്മാവേ, നീതാ നിന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു മടങ്ങിക്കൊള്ളുക. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അല്ലാഹുവിന് നിന്നെ ഇഷ്ടാണ്, നിനക്ക് അല്ലാഹുവിനെ ഇഷ്ടാണ്. ഇങ്ങനെ നമ്മൾ വിളിക്കൂ. അതല്ല അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഏ വൃത്തികെട്ടവനെ, അള്ളാഹുവിന്റെ സഖ്തിലേക്ക്, കോപത്തിലേക്ക് നീ ഇറങ്ങി വാ എന്നാണോ അള്ളാഹ് വിളിക്കുക? ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കലുണ്ടോ? നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോഴും ഓടുകയാണ് അല്ലേ? നമ്മളിപ്പോഴും ഇങ്ങനെ ആയുസിന്റെ കണക്കും എണ്ണിയിരിക്കാൻ, ആയുസിന്റെ പുസ്തകത്തിൽ ഒരു വയസ്സ് കൂടി എന്ന് ചിലർക്ക് തോന്നുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആ കലണ്ടർ തൂക്കി വെക്കുമ്പോൾ ആ മനുഷ്യൻ ഒരിക്കൽ പോലും ആ 1-ാം തീയതി എൻ്റെ മരണത്തിൻ്റെ ഡേറ്റാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല, എന്ന് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ജാമിഅ അൽ ഹിന്ദിൻ്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലണ്ടർ നമ്മുടെ വീട്ടിൻ്റെ ചുവരിൽ കൊണ്ടുപോയി കുത്തിവെച്ച് അതിൻ്റെ ഭംഗി ഇങ്ങനെ അല്ലേ, റമദാനായോ, അടുത്ത റമദാൻ എന്നാണ്, സ്കൂൾ തുറക്കുന്ന എന്നാണ്, എന്താ ഹജ്ജിൻ്റെ കാലം എന്നിങ്ങനെ മറിച്ച് നമ്മൾ ഡേറ്റുകളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിലേതോ ഒരു തീയതിയിൽ നമ്മുടെ റൂഹിനെ തിരിച്ചു വിളിക്കാൻ അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ടാകാം. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, മരണം നിങ്ങൾക്ക് വീതം വെച്ച് തന്നിട്ടുണ്ട്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, ഒരിക്കലും ഒരാളെയും അള്ളാഹു സമയത്തല്ലാതെ കൊണ്ടുപോവില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മൾ എത്ര ചിന്തിച്ചിട്ടുണ്ടെന്നാണ്? ചിന്തിച്ചിട്ടില്ലേ, വഞ്ചിക്കപ്പെട്ടു. 4-മത്തൊരു കാര്യം, നമ്മൾ നാളെ പരലോകത്തേക്ക് നമ്മുടെ കർമ്മങ്ങളെ കാണാൻ പോകും. നമ്മൾ ജീവിതത്തിൽ ജീവിച്ച എന്തെല്ലാമുണ്ടോ ആ ജീവിതത്തിന്റെ ഒരു പകർപ്പ്, നമ്മുടെ കർമ്മങ്ങളുടെ ഒരു പകർപ്പ് കാണാൻ നമ്മൾ പരലോകത്തേക്ക് പോകും. ഒരു എക്സിബിഷൻ അല്ലെ, ഒരു എക്സിബിഷൻ, മഅറദ് നമുക്ക് കാണാനുള്ളതാണ് പരലോകം. പരലോകം പ്രവർത്തനത്തിന്റെ ലോകമല്ല, അത് കാഴ്ചയുടെ ലോകമാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽ യൗമ അമലുൻ വല ഹിസാബ് വഗദൻ ഹിസാബുൻ വല അമൽ. ഇന്ന് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 10ഉം 700ഉം അതിൻ്റെ ഒരു ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്നിട്ട് ഒരു സുബ്ഹാനല്ലാഹ്ക്ക് അവസരം ചോദിച്ചാൽ റബ്ബ് തരൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നാളെ പരലോകത്ത് പോയിട്ട് ആ ഒരു രംഗം കാണുമ്പോൾ സംതൃപ്തമായ ഒരു രംഗം കാണാൻ പറ്റോ ഇല്ലേ എന്ന് നമ്മൾ എത്ര ചിന്തിച്ചിട്ടുണ്ട്? ഈ 4 ചിന്ത നമുക്കില്ലെങ്കിൽ വഹുവ മുഗ്തറുൻ, അവൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പഠനം അല്ലെ, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ഈമാൻ സൽബ് ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട്, എന്ന് വെച്ചാൽ ഈമാൻ നിങ്ങളിൽ നിന്ന് ഇല്ലാതെയാവുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ തന്നെ നഷ്ടമായിട്ടുണ്ടെന്നാണ്. ഇങ്ങനെ എൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് പേടിയില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഒരു അടയാളാണെന്നാണ്. അങ്ങനത്തെ ഒരു പേടി നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? പടച്ചോനെ, ഞാൻ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി മരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ജീവിതം എങ്ങനെയായി എന്നല്ല അള്ളാന്റെ പരിശോധന, മരണം എങ്ങനെയായിരുന്നു എന്നതാണ്. യുബഅസു അഹദുക്കും അലാ മമാത അലൈഹി, നിങ്ങൾ എങ്ങനെയാണോ മരിച്ചത് അതേ അവസ്ഥയിൽ നിങ്ങളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. നന്മ ചെയ്ത് മരിക്കാൻ കഴിഞ്ഞാൽ നന്മയുള്ളവരായി പരലോകത്ത് ഉയർത്തെഴുന്നേക്കാം. തിന്മകളുമായി മരിച്ചവരാണെങ്കിൽ തിന്മയുടെ അവഹലുകാരായിട്ടാണ് അവൻ പരലോകത്ത് വരിക. അതുകൊണ്ടാണ് സ്വഹാബത്തിൽ ഒരാള്, പിതാവും മക്കളും തമ്മിലൊരു ചർച്ചയാണ്, ഞാൻ പോകാം യുദ്ധത്തിന്. അപ്പൊ വാപ്പാനോട് മക്കളൊക്കെ പാടെ പറഞ്ഞു, വാപ്പ നിങ്ങൾ ഇവിടെ ഇരിക്കി, ഞങ്ങൾ പോട്ടെ. അപ്പോ വാപ്പാക്ക് വയസ്സായല്ലോ, അതുകൊണ്ട് ഇനി വാപ്പ എന്ത് ചെയ്യണ്ട, അതൊക്കൊന്ന് ഇറങ്ങണ്ട, വാപ്പാക്ക് ഉതിറുണ്ട്, ഒരു ഒഴിവ് കഴിവുണ്ട്. അപ്പോ മക്കളോട് വാപ്പ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മക്കളെ എന്നെ കഴുതയാക്കണോ അതല്ല കുതിരയാക്കണോ എന്നാണ്. മക്കൾക്ക് അതുകൊണ്ട് കത്തിയില്ല. മക്കളെ എന്നെ ഒരു കഴുതയാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതല്ല ഒരു കുതിരയാക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കുതിരയാവാനാണെന്നാണ്. കാരണം കഴുത നടക്കും തോറും അതിൻ്റെ ക്ഷീണം കൂടിക്കൂടി വരും, കുതിര നടക്കും തോറും അതിൻ്റെ ഊർജം കൂടിക്കൂടി വരും. അതുകൊണ്ട് നിന്റെ ബാപ്പ ഊർജമുള്ള ഒരു കുതിരയായി ഈ ദീനീ രംഗത്ത് മുന്നേറാനാണ് ആഗ്രഹിക്കുന്നത്, അതല്ലാതെ ഒരു കഴുതയായി മടിയനായിരിക്കാനല്ല എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ വലിയ സജീവമായി നല്ല അമലുകളുമായി മുന്നേറി പിന്നെ നമ്മളിങ്ങോട്ട് മങ്ങുകയാണ്. ചില ആളുകൾ അങ്ങനെ മങ്ങിയിട്ട് പോവുക. കാരണം
തിന്മകളുടെ ഒരു ആധിക്യം, തിരമാലകൾ കണക്കെ തോന്നിവാസങ്ങൾ, അത് ഓരോ ദിവസവും ആർത്തുലച്ച് വരികയാണ്. അപ്പൊ ഇതിനിടയിൽ പെട്ടിട്ട് നമ്മുടെ ദീനം നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. റീലും ഷോർട്സും സ്റ്റാറ്റസും സ്റ്റോറീസും, അത് നമ്മുടെ കാഴ്ച, നമ്മുടെ കണ്ണ്, അത് നമ്മുടെ ഈമാനിനെ ഇല്ലാതെയാക്കുന്നുണ്ട്. അങ്ങനെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൗമായി മാറുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പരിശോധന പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കാനുള്ള ഒരു പ്രാർത്ഥന, ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് നന്നായി വേണം. എന്താണ് യഥാർത്ഥത്തിൽ സൽമരണം എന്ന് പറഞ്ഞാൽ? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫ്ഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ല മൗതിഹി. മരിക്കുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്തു മരിക്കാൻ പറ്റും. അള്ളാഹു ഒരു മനുഷ്യനിൽ ഖൈറ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇസ്തഅമലുഹുനാൻ, ഓനെ അള്ളാഹു ഒരു ചുമതല ഏൽപ്പിക്കും. എന്തെങ്കിലും ഒരു ചുമതലയിൽ അവനെ ഏൽപ്പിക്കും. എന്നുവെച്ചാൽ അവനക്കൊരു പണി നൽകും. ശരിക്കും അമല് നൽകുക എന്നാണ്. ഇസ്തഅമല പറഞ്ഞാൽ പണി കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് ആ ചുമതല? യുവഫ്ഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ല മൗതിഹി യഫ്തഹില്ലാഹു അലൈഹി അമലൻ സ്വാലിഹൻ സുമ്മ യഖ്ബിദു അലൈഹി. അള്ളാഹു ഇങ്ങനെ നന്മയുടെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നതാണ്. നമ്മളങ്ങനെ തീരുമാനിച്ചു, കമ്മിറ്റിയൊക്കെ വന്ന് പള്ളി സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ചു, എന്നെ കൊണ്ട് പോയി ഈ പ്രായത്തിൽ ഇതൊന്നും നടക്കും തോന്നുന്നില്ല. ശരിക്കും നമുക്ക് മരിക്കാനൊരു അവസരമായിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു തന്നൊരു അവസരമാണത്. നിങ്ങളുടെ കൈകളിലൂടെ ധാരാളം നന്മകൾ വരട്ടെ, അതൊരു അവസരമാണ്. ഒരു കൂട്ടായ്മയുടെ സെക്രട്ടറി ആയി, അതല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റായി അതിന്റെ ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ പ്രിയമുള്ളവർ, അതൊരു അവസരമാണ്. റഹ്മാനായ റബ്ബ് തരുന്ന ഒരു അവസരമാണ്. കാരണം തൊട്ടടുത്ത് ചിലപ്പോൾ നമ്മൾ മരിക്കാം. ആ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ അമലുകളുടെ ആ ഭാണ്ഡത്തിലേക്ക് ധാരാളക്കണക്കിന് മനുഷ്യരുടെ അമലുകൾ കയറ്റിവെക്കാനുള്ള ഒരു ചാൻസാണത്. യുവഫ്ഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ല മൗതിഹി. മരിക്കുന്നതിന് മുമ്പ് കുറേ നന്മ ചെയ്യാൻ പറ്റും. ആർക്ക്? നല്ല മരണം കിട്ടുന്ന ആളുകൾക്ക്. നമ്മൾ ആലോചിക്കുക, അങ്ങനെ ഒരു നല്ല മരണമാണ് നമ്മൾ കൊതിക്കുന്നതെങ്കിൽ അള്ളാഹു ഒരിക്കലും അനീതി ചെയ്യില്ല. നമ്മൾ ആരും പേടിക്കണ്ട. നമ്മളിങ്ങനെ നല്ല ഉസാറായി ജീവിച്ചിട്ട് അവസാനം മയ്യത്താവാൻ നേരത്ത് മോശമായി മരിക്കും, അങ്ങനല്ല. അള്ളാഹു നീതിമാനാണ്. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യന്മാര് ജീവിതത്തിന്റെ അവസാനത്തേക്ക് മോശമാവുന്നത്? ഇഖ്ലാസ് നഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഒരിക്കലും ഒരു യുദ്ധത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ സജീവമായി കേട്ട ഒരു കാര്യമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വഹാബത്ത് വന്ന് പറയാണ്, റസൂലേ, ആ കാണുന്ന മനുഷ്യനുണ്ടല്ലോ ഭയങ്കരനാ, ഒരാളെപ്പോലും വിടുന്നില്ല എന്നാണ്. ഹദീസിൽ കാണാം, ഓടുന്ന മനുഷ്യനെ പോലും പിന്നാലെ പോയി കൊല്ലാണ്. യുദ്ധരണഭൂമിയിൽ ശത്രുക്കളിൽ അങ്ങോട്ട് ഓടുന്നവരെ പോലും പിന്നാലെ പോയി വകവരുത്താൻ മാത്രം ധൈര്യശാലിയായി ആ യുദ്ധത്തിൽ ഏറ്റവും മാൻ ഓഫ് ദ മാച്ച് എന്നൊക്കെ പറയുന്ന പോലെ അത്ര പെർഫോമൻസ് കാഴ്ചവെച്ച ആളാ. ഒരു സ്വഹാബി പറഞ്ഞ എന്താണെന്നറിയോ? മൂപ്പര് സ്വർഗത്ത് പോയില്ലെങ്കിൽ നമ്മളൊന്നും പോകൂല. ഇന്നത്തെ മൊത്തം മൂപ്പര് കൊണ്ടുപോയി പറയില്ലേ, അദ്ദേഹം സ്വർഗത്തിലേക്ക് ഇല്ലെങ്കിൽ നമ്മളും സ്വർഗത്ത് പോകൂല എന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാന്റെ റസൂൽ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഹുവ ഫിന്നാർ, അവൻ നരകത്തിക്കാണ്. അവൻ നരകത്തിക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ കൊടുവായൂർ ഈ ഭാഗത്ത് സജീവമായി ദീനീ രംഗത്ത് നിൽക്കുന്നൊരു മനുഷ്യൻ, അയാളെ ചൂണ്ടിയിട്ട് പറയുന്നത് അയാൾ നരകത്തിക്കാണ്. നമുക്ക് വഹിയില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു ആശയം, ഒരു പടച്ചോനത് എന്തപ്പം ഇങ്ങനെ പറഞ്ഞു എന്നല്ലേ. നബിയുടെ വാക്ക് അത്രമേൽ ആശ്ചര്യമായിരുന്നു സ്വഹാബത്തിന്. സ്വഹാബത്ത് എന്തായാലും റസൂൽ വെറുതെ പറയില്ല, എന്തോ കാര്യമുണ്ട്. സ്വഹാബത്ത് പിന്നാലെ കൂടി ആ മനുഷ്യന്റെ പുറകിൽ സ്വഹാബത്ത് നോട്ടമിട്ട് നടന്നു. അവസാനം ആ മനുഷ്യൻ യുദ്ധത്തിലൊരു മുറിവേറ്റ് ആ മുറിവ് സഹിക്കവയ്യാതെ വാള് കുത്തിവെച്ച് അതിലേക്ക് കടന്ന് ആത്മഹത്യ ചെയ്തു. എന്റെ വിഷയം? സ്വഹാബത്ത് ഓടി വന്ന് റസൂലിനോട് പറയും, റസൂലെ, നിങ്ങൾ പറഞ്ഞതുപോലെ ആ മനുഷ്യൻ നരകക്കാരനായിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഫവല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ഇന്നർ റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, ചില മനുഷ്യന്മാരുണ്ട്, അവർ സ്വർഗത്തിന്റെ കർമ്മങ്ങളുമായി മുന്നേറിക്കൊണ്ടേയിരിക്കും. മാ യബ്ദു ലിന്നാസ്, ജനങ്ങൾക്ക് തോന്നും അവൻ സ്വർഗത്തിന്റെ കർമ്മങ്ങളുമായി മുന്നേറുകയാണ്, പക്ഷെ അവനക്ക് എന്തില്ല? ഇഖ്ലാസ് ഇല്ല, പുറംപോച്ചേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളുടെ മരണം ഏറ്റവും മോശമായിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്കൊരു നല്ല മരണം കിട്ടണമെങ്കിൽ ഒന്നാമത്തെ വിഷയം നല്ല നീയത്തുണ്ടാവുക എന്നുള്ള. നല്ല 10-15 കാര്യങ്ങളുണ്ട്, ഞാനതിൽ സമയത്തിനൊത്ത് പറയാം. ഒന്നാമത്തെ കാര്യം അതാണ്, നല്ലൊരു നീയത്തുണ്ടാവുക. എന്ത് കാര്യം നമ്മൾ ഏറ്റിട്ടുണ്ടോ അതിന് നമുക്ക് നല്ലൊരു നീയത്ത് വേണം. ഇത് വെറുതെ ആളുകളെ കാണിക്കാനല്ല. മഹാനായ താബിഈയായ ഒരു പണ്ഡിതൻ മദീന പള്ളിയിൽ ഇങ്ങനെ പോയി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ മദീന പള്ളിയിൽ ഭയങ്കര തിരക്കുണ്ട്, ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്, അയാളിങ്ങനെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക. അദ്ദേഹം ഇങ്ങനെ പോയി നോക്കി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഒരുപാട് കാലമായി അബൂ ഹുറൈറയെ കാണണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തിരക്കൊക്കെ കഴിഞ്ഞു, മദീന പള്ളിയിലെ ദർസൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ഈ മനുഷ്യൻ നേരെ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അബൂ ഹുറൈറ, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം, നിങ്ങളെ സ്വാധീനിച്ച ഒരു ഹദീസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഭവം. പ്രിയമുള്ളവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഞാൻ ഈ പള്ളിയിൽ, ഈ മസ്ജിദുൻ നബവിയിൽ ഞാനും റസൂലും മാത്രമുള്ള ഒരു സമയത്ത് റസൂൽ എന്നോട് ഹദീസ് പറഞ്ഞു. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ഹദീസ് പറയാൻ വേണ്ടി സംസാരം തുടങ്ങിയപ്പോൾ ബോധം കെട്ടു വീണു. കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഈ താബഈ പണ്ഡിതൻ പറയാണ്, ഞാൻ അവിടെ കുറച്ചു നേരം കാത്തിരുന്നു അബൂ ഹുറൈറക്ക് ബോധം വരുന്നത് വരെ. വീണ്ടും അബൂ ഹുറൈറക്ക് ബോധം വന്നു. വീണ്ടും അദ്ദേഹം ആ ഹദീസ് പറയാൻ തുടങ്ങി. വീണ്ടും ബോധം കെട്ടു വീണു. പിന്നെയും ഞാൻ അവിടെ കാത്തിരുന്നു. അബൂ ഹുറൈറക്ക് ബോധം വന്നു. മുഖമൊക്കെ തുടച്ചു കൊടുത്തു, മുഖമൊക്കെ കഴുകി. ബോധം വന്നതിന് ശേഷം വീണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് പറയാൻ ആരംഭിച്ചു. വീണ്ടും ബോധരഹിതനായി മറിഞ്ഞു വീണു. അത്ര ഗൗരവമുള്ള ഹദീസാ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, ഈ ഹദീസ് ഉണ്ടല്ലോ, മദീനയിലെ ഇന്നും മസ്ജിദുൻ നബവിയിലും മസ്ജിദുൽ ഹറമിലുമൊക്കെ ദർസ് എടുക്കുമ്പോൾ ഷെയ്ഖുമാരുടെ ക്ലാസ് കേട്ടിട്ട് കുട്ടികൾ ബോധം കെട്ട് വീണിട്ടുണ്ടെന്നാണ്. ആ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾ ഈ ഹദീസ് കേട്ട് ബോധം കെട്ട് വീണിട്ടുണ്ടെന്നാണ്. കാരണം അത്ര പേടിപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. അവസാനം ഈ താബഈ പണ്ഡിതൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു താങ്ങി ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, ഏതാണ് ആ ഹദീസ്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തിൽ ഇങ്ങനെ ഇറങ്ങി വരും. ലിയഫ്സില ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ, ബൈനൽ ഖൽഖ്, സൃഷ്ടികൾക്കിടയിൽ ഖളാ നടപ്പിലാക്കാൻ, വിധി നടപ്പിലാക്കാൻ. അങ്ങനെ അള്ളാഹ് ഇറങ്ങി വന്നിട്ട് ആദ്യം വിളിക്കുന്നത് 3 പേരെയാണ്. ഒന്നാമത്തെ മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ മനുഷ്യൻ ഒരു ഷഹീദാണ്. മൂന്നാമത്തെ മനുഷ്യൻ ധാരാളമായി ദാനധർമ്മം കൊടുത്തൊരു മനുഷ്യനാണ്. റഹ്മാനായ റബ്ബ് ആ ഖുർആൻ, അറിവുള്ള ഖുർആനെ കുറിച്ച് പഠിച്ച ആ വ്യക്തിയെ വിളിച്ചിട്ട് പറയും, അലം മുഅല്ലിമകൽ ഖുർആൻ, നിനക്ക് ഞാൻ ഖുർആൻ പഠിപ്പിച്ചു തന്നില്ലേ, നീ എന്ത് ചെയ്തു എനിക്ക് വേണ്ടി? അപ്പൊ ആ മനുഷ്യൻ പറയും, ഞാൻ റഹ്മാനായ റബ്ബെ നിനക്ക് വേണ്ടി രാവും പകലുമില്ലാതെ ഖുർആൻ ഓതിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് നുണയാണ്, നീ പറഞ്ഞത് കളവാണ്. മലക്കുകൾ മുഴുവൻ വിളിച്ചു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. പിന്നെ നീ എന്തിനാ ഓതിയത്? ലിയുഖാല അന്നക ഖാരിഉൻ, ജനങ്ങൾ നിന്നെക്കുറിച്ച് നല്ല പാരായണക്കാരനാണ്, നല്ല ഖുർആനിൽ ഇൽമുള്ള ആളാണ്, വിശുദ്ധ ഖുർആനിനെ ഏറ്റവും നന്നായി പഠിച്ചവനാണ് എന്ന് നിന്നെക്കുറിച്ച് ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ ഖുർആനെ പഠിച്ചത്. അതുകൊണ്ട് നിനക്കിവിടെ സ്വർഗമില്ല, നിനക്ക് നരകമാണുള്ളതെന്ന് പറഞ്ഞ് ആ മനുഷ്യനെയാണ് വിറക് കത്തിക്കാൻ തുടങ്ങുന്നത് പോലെ നരകത്തിന്റെ തീയിന്റെ തുടക്കം. പ്രിയമുള്ളവരെ, ഖുർആൻ പഠിച്ചൊരു മനുഷ്യനെ എന്തേ പ്രശ്നം? ഇഖ്ലാസ് നഷ്ടപ്പെട്ടോണ്ടാ. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഇങ്ങനെ നിന്നിട്ട് അല്ലാഹ് വിളിക്കും, ആ ഖുർആൻ പഠിച്ചവരൊക്കെ ഇങ്ങോട്ട് വരും, അവരെന്റെ കുടുംബക്കാരാണ്, അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാ. ഖുർആൻ പഠിച്ചവരൊക്കെ ഇങ്ങോട്ട് വരും, അവരെന്റെ ആളുകളാണ്. റഹ്മാനായ റബ്ബ് അവന്റെ തലയിൽ ഒരു കിരീടം വെച്ചു കൊടുക്കുന്നതാണ്. ആ കിരീടം സൂര്യനേക്കാൾ പ്രകാശിക്കുന്നതാണ്. ആ കിരീടത്തിലെ ഒരു മുത്തിനെ സംബന്ധിച്ച് ഹദീസിൽ പറയുന്നുണ്ട്, ആ ഒരു മുത്തിന്റെ പ്രകാശം മതിയാകും സൂര്യചന്ദ്രനേക്കാൾ പ്രകാശിക്കുന്നതാണ് എന്നാണ്. അത്ര വിലയുള്ള ഒരു മഹത്തായ കിരീടം വിശുദ്ധ ഖുർആൻ പഠിച്ച ഒരുത്തന്റെ തലയിൽ വെച്ചു കൊടുക്കും. ഒരുപാട് പ്രത്യേകത ഉണ്ട് ഖുർആൻ പഠിച്ചവന്. പക്ഷേ ഇഖ്ലാസ് നഷ്ടപ്പെട്ടതുകൊണ്ട് ആദ്യം നരകത്ത് പോണതാരാ? ഈ ഖുർആൻ പഠിച്ച മനുഷ്യനാണ്. രണ്ടാമത് അള്ളാഹ് വിളിക്കും, ഷഹീദിനെ വിളിക്കും. ഷഹീദിനോട് ചോദിക്കും, നിനക്ക് ഞാൻ നല്ല ആരോഗ്യം തന്നില്ല, നീ എന്ത് ചെയ്തു എനിക്ക് വേണ്ടിയിട്ട്? അപ്പൊ ആ ഷഹീദ് പറയുന്നതാണ്, പടച്ചോനെ, നിനക്ക് വേണ്ടി ഖാതൽതുക ഫീ സബീലിക ഹത്താ സ്തുശ്ഹിതു, ഞാൻ നിനക്ക് വേണ്ടി നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായി. അപ്പൊ അള്ളാഹ് പറയാണ്, കദബ്ത, നീ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? അള്ളാന്റെ കോടതിയിൽ പോയിട്ട് അള്ളാഹ് കാക്കട്ടെ, നമ്മൾ നിസ്കരിച്ചതിനെ കുറിച്ചിട്ട് നമ്മളോട് അള്ളാഹ് ചോദിക്കാം, എന്താ ചെയ്ത്? നിസ്കരിച്ചു, റമദാനിലേക്ക് ഇത്തികാഫ് ഉണ്ട്, റബ്ബേ എൻ്റെ കയ്യിൽ ഇല്ലാണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കദബ്ത, നീ പറഞ്ഞ നുണയടോ.
ഈ കൊടുവായൂർ പള്ളിയിൽ നിന്ന് കുറെ പ്രശംസ കിട്ടാനല്ലേ ചെയ്തത്. നാട്ടുകാരൊക്കെ കുറിച്ച് അന്നെ നല്ല മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറയാനല്ലേ. അതുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഫഖദ് ഖീൽ, അത് പറഞ്ഞിട്ടുണ്ട്. നിന്നെക്കുറിച്ച് ആളുകൾക്ക് നല്ല അഭിപ്രായമാണ്, നിന്നെക്കുറിച്ച് ആളുകൾക്ക് മനോഹരമായ, അവരെക്കുറിച്ച് എല്ലാവരും നിന്നെക്കുറിച്ച് പറയുന്നത് നീ നല്ലോനാണെന്ന് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അത് കിട്ടിയിട്ടുണ്ടോ? ഇവിടെ ഒന്നുമില്ല, ഇല്ലന്നാർ, നരകമല്ലാതെ. അള്ളാഹു കാക്കട്ടെ. ഈ അവസ്ഥ നമുക്ക് വരുന്നെങ്കിലും ഈ ഇരുത്തവും ഈ അധ്വാനവും എല്ലാം വെറുതെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മനുഷ്യനോട് റബ്ബ് ചോദിക്കും, നീ എന്തിനാണ് ജിഹാദ് ചെയ്തെന്നറിയോ? നിന്നെക്കുറിച്ച് നാട്ടുകാർ പറയണം, ലിയുഖാല അന്നക ജരിയുൻ, നല്ല ധീരനാണ്, നല്ല പോരാളിയാണ്, നല്ല ആക്റ്റീവായിട്ട് യുദ്ധത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിയാനാണ്. അതൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ച് പുറത്ത് അഭിപ്രായം തന്നെയാണ്, നല്ല പോരാളിയാണ്, നല്ല ധീരനാണ്, നല്ല ശൂരനാണ്, ആളുകൾക്കിടയിൽ നല്ല അഭിപ്രായമാണ്. ഒന്നുമില്ല, ഇവിടെ നരകത്തേക്ക് പോയിക്കോന്ന് പറയുന്ന ഞാനുള്ള ടേമിലാണ് ആ പ്രവർത്തനങ്ങളൊക്കെ ഉഷാറായി. അങ്ങനെ പറയണ്ട. നമ്മൾ ചിലപ്പോ സംഘടനയുടെ സാധനങ്ങളിലൊക്കെ ഉള്ളവരുണ്ടാവും. നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇഖ്ലാസായി പ്രവർത്തിക്കുക. പക്ഷെ ഞാനുള്ളൊരു സമയത്താണ് അതൊക്കെ നടത്തിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മതിയാവും നമ്മുടെ കർമ്മക്കണ്ട് ബാത്തിലേക്ക് പോകാൻ. അത് വേണ്ട. ഞാൻ എന്ന പ്രയോഗം തന്നെ ഇസ്ലാമിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അത്ര പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു വാക്കല്ല ഞാൻ എന്ന പ്രയോഗം. നല്ലതിനു വേണ്ടി ഉപയോഗിക്കാം, പ്രശ്നമില്ല. പക്ഷേ ഒരു തക്കബ്ബറോടുകൂടി, ഒരു അഹങ്കാരത്തോടുകൂടി ഞാനാണ് അത് നടത്തിയത്, ഞാൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊരു ചിന്ത വന്നാൽ എല്ലാം നഷ്ടമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മൂന്നാമത്തെ മനുഷ്യനെ വിളിച്ചിട്ട് അള്ളാഹ് ചോദിക്കണ്ട, നിനക്ക് സമ്പത്ത് തന്നില്ലേ? കുറെ ആൾക്ക് കൊടുത്തിട്ടില്ല, നിനക്ക് ഞാൻ തന്നില്ല, ഇജ്ജ് എന്താ ചെയ്തതെന്നാണ്. അപ്പൊ ഈ മനുഷ്യൻ പറയാണ്, അള്ളാഹ് എന്തൊക്കെ മാർഗമുണ്ടോ അതിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഹദീസിന്റെ ലഫ്ള് അങ്ങനെയാണ്, അള്ളാഹുവിന്റെ മാർഗമായി എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അള്ളാഹ് പറയും, എനിക്ക് വേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. ഈ കൊടുത്തതൊക്കെ നാട്ടുകാർ എന്നെ കുറിച്ച് പറയണം, നല്ല ധർമ്മിഷ്ഠനാണ്, മൂപ്പരുടെ അടുത്ത് പോയാൽ കിട്ടും, അള്ളാന്റെ മാർഗത്തിൽ അകമഴിഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നിന്നെ കുറിച്ച് പറയണം. അതിനുവേണ്ടി ചെയ്തതല്ലേ. ഫഖദ് ഖീൽ, ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഇവിടെ നരകേ ഉള്ളൂ എന്ന് പറഞ്ഞ് മുഖം കുത്തി ആ മനുഷ്യനെ വലിച്ചെറിയുന്ന മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ കാലിൽ ഇങ്ങനെ അടിച്ചിട്ട് പറയാണ്, ഉലൈക അവ്വലു മൻ തുസഅറു ബിഹിമുൻ നാർ, നാളെ പരലോകത്ത് നരകം കത്തിക്കുന്നത് ഈ 3 പേരെ കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, ആരാണോ മൻ കാന യുരീദുൽ ആജില, ഐഹിക ലോകത്തെ ലക്ഷ്യം വെച്ച് ജീവിച്ചത്, അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, ഈ ദുനിയാവിൽ തന്നെ അവന്റെ പ്രതിഫലം അല്ലാഹു അവിടെ അവസാനിപ്പിക്കും, പരലോകത്ത് ഒന്നും ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്കൊരു നല്ല നീയത്ത് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് നമുക്ക് നല്ല മരണം തരും. ഹദീസിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഒരു സംഭവം കൂടെ ഞാൻ സൂചിപ്പിക്കാം. ഒരു മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അള്ളാഹു റസൂൽ മദീനയിലേക്ക് പോയിക്കാണ്. ആ മദീനയിൽ റസൂൽ എത്തിയപ്പോൾ ഗ്രാമീണനായ ഒരു മനുഷ്യൻ റസൂലിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലെ, ഞാൻ ഇസ്ലാം സ്വീകരിക്കാം, ഞാൻ മുസ്ലിം ആവാം. മുസ്ലിമായി ഷഹാദത്ത് ചൊല്ലി. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനുഷ്യൻ പറയുന്നു, ഉഹാജിറു മഅക്, റസൂൽ നിങ്ങളെ കൂടെ ഞാൻ ഹിജറ വരാണ്, നിങ്ങളെ കൂടെ വരണം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ താല്പര്യമൊക്കെ കണ്ടപ്പോൾ റസൂൽ പറഞ്ഞു, സ്വഹാബത്തിനോട് ഒന്ന് പരിഗണിക്കണം കേട്ടോ, ആ മനുഷ്യനെ മൂപ്പരൊന്ന് പരിഗണിക്കണം. മൂപ്പര് നമ്മൾ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, എല്ലാം ഒഴിവാക്കി നമ്മളെ കൂടെ വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഏൽപ്പിച്ചു. കുറച്ച് കാലം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്ത് കിട്ടി. ഈ മനുഷ്യൻ അഥവാ മുസ്ലിമായി വന്ന ഈ സ്വഹാബിയെ അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ സ്വഹാബത്തിന്റെ ആട് മേയ്ക്കാനാണ്, ഒട്ടകവും ആടും മേയ്ക്കാനാണ്. അദ്ദേഹം ഒട്ടകവും ആടൊക്കെ മേയ്ച്ച് ഇങ്ങനെ നടക്കുകയാണ്. യുദ്ധം കഴിഞ്ഞ് സ്വഹാബികൾക്കൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്ത് വീതം വെച്ചു. ഒരു കിറ്റെടുത്ത് ആർക്ക് വെച്ചു? ഈ മനുഷ്യനും വെച്ചു. എന്നിട്ട് റസൂൽ ഒരു സ്വഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതില് നമ്മളെ നാട്ടിലേക്ക് വന്ന പുതിയ മുസ്ലിം ഉണ്ടല്ലോ, അയാൾക്ക് കൊണ്ടുകൊടുക്കണം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൊടുത്ത് ഈ സ്വഹാബി അത് വാങ്ങി നേരെ പോവാണ് ഈ പുതു മുസ്ലിമിന്റെ അടുക്കിലേക്ക്. അദ്ദേഹത്തിന് അടുത്ത് എന്നത് കൊടുത്തപ്പോൾ ഒട്ടകത്തെ മേച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വഹാബി ചോദിക്കുന്നത് എന്താണ്? അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, ഹാദിഹി കിസ്മത്തുൻ ഖസമഹുല്ലാഹു ലക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിനക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ യുദ്ധത്തിലെ ഒരു ഓഹരിയാണ്. ഇവിടുന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചരിത്ര സംഭവം. അവിടുന്ന് ആ സ്വഹാബിയ കിട്ടിയ ആ വസ്തുവും എടുത്ത് നേരെ റസൂലിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് വിളിച്ചു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, എന്താണിത്? എന്താണ് റസൂലെ ഇത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് നിനക്ക് വേണ്ടി, ഞങ്ങൾ യുദ്ധം കഴിഞ്ഞാൽ
ഗനീമത്ത് സ്വത്ത് കിട്ടുമ്പോൾ അത് ഓരോരുത്തർക്ക് വീതം വെച്ച് കൊടുക്കാറുണ്ട്. നിന്റെ ഓഹരിയാണത്. ഹാദിഹി ഖിസ്മത്തുൽ ലക്, നിനക്കുള്ള ഓഹരിയാണ്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞ എന്താണെന്നറിയോ? റസൂലേ, ഞാൻ ഈ കിറ്റിന് വേണ്ടി വന്നതല്ല ഇസ്ലാമക്ക്, ഞാനിതാ ഇത് കിട്ടാൻ വേണ്ടി വന്നോനല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതാ എൻ്റെ ഈ കഴുത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഈ കഴുത്തിലൂടെ ശത്രുവിന്റെ അമ്പ് തുളച്ചുകൊണ്ട് ഷഹീദാവാനാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്, എനിക്കിത് വേണ്ട റസൂലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ അള്ളാഹു നിന്നെ സത്യപ്പെടുത്തും. അയാളുടെ മനസ്സ് സത്യമാണെങ്കിൽ അള്ളാഹു നിന്നെ സത്യപ്പെടുത്തും. പ്രിയമുള്ളവരെ, തൊട്ടടുത്ത മാസങ്ങളിൽ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ഷഹീദായ ആളുകൾക്കിടയിലൂടെ റസൂൽ ഇങ്ങനെ നടക്കുമ്പോൾ സ്വഹാബത്ത് ഓടി വന്ന് റസൂലിനെ വിളിച്ചുകൊണ്ടുപോയി. റസൂലെ, ദാ ഒരാൾ കടക്കുന്നുണ്ട്, കഴുത്തിലൂടെ അമ്പ് കൊണ്ടുകൊണ്ടാണ് കടക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ മറിച്ചിട്ടു. ആ സ്വഹാബി ചൂണ്ടിയ സ്ഥലത്ത് തന്നെ അമ്പ് കൊണ്ട് പിടഞ്ഞു പിടഞ്ഞു മരിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വദഖഹു സ്വദഖഹുല്ലാഹ ഫസദഖഹു. അള്ളാഹുവിനോട് അദ്ദേഹം സത്യം പറഞ്ഞപ്പോ അള്ളാഹു അദ്ദേഹത്തെ സത്യപ്പെടുത്തിനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജുബ്ബയിൽ ആ മനുഷ്യനെ കഫൻ ചെയ്തു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ സാക്ഷിയാണ്, ഇവൻ സത്യസന്ധനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല നീയത്ത് വേണം നമുക്ക്, വെറുതെ കാട്ടിക്കൂട്ടാനല്ല, ആത്മാർത്ഥത ഹൃദയത്തിനുള്ളിൽ. അതുകൊണ്ടാണ് ഇഖ്ലാസിന് വേണ്ടി പ്രാർത്ഥിക്കാം, ആത്മാർത്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല അള്ളാഹനെ ഇബാദത്ത് ചെയ്യുമ്പോ ഇഖ്ലാസില്ലാത്ത ഇബാദത്ത് റബ്ബിന് വേണ്ട എന്നാണ്. അതുകൊണ്ട് നല്ല മരണം കിട്ടണോ, നല്ല നീയത്ത് ഉണ്ടാവണം. ഒരു മനുഷ്യൻ രാത്രിയിൽ ഇങ്ങനെ, ബനു ഇസ്രായേൽ ഒരു മനുഷ്യനെ കുറിച്ച് സ്വഹാബത്തിന് റസൂൽ പറഞ്ഞു കൊടുക്കുക. അയാൾ ഇങ്ങനെ മനസ്സിൽ കരുതി, നാളെ ഇന്ന് രാത്രി ഒരു സ്വതക്ക കൊടുക്കണം. അങ്ങനെ അദ്ദേഹം ഒരു സ്വതക്ക കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ നാട്ടിലൊരു ചർച്ച, ഒരു സാനിക്ക്, ഒരു വ്യഭിചാരിക്ക് ഇയാൾ സ്വതക്ക കൊടുത്തുക്കണു. മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാ, അറിയില്ല, അതൊരു വ്യഭിചാരി സ്ത്രീയാണെന്ന് ആ മനുഷ്യൻ അറിയില്ലായിരുന്നു. അദ്ദേഹം സ്വതക്ക കൊടുത്താനുള്ള നീയത്തിരുന്നു. അൽഹംദുലില്ലാ പറഞ്ഞ് അന്ന് രാത്രിയും മൂപ്പര് തീരുമാനിച്ചു, ഇന്നും ഒരു സ്വതക്ക കൊടുക്കണം. അങ്ങനെ അദ്ദേഹം അന്ന് രാത്രിയും ഒരു സ്വതക്ക കൊടുത്തു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നാട്ടുകാരിൽ വീണ്ടും ചർച്ച. എന്താണ് ചർച്ച? മോഷ്ടാവിന് സ്വതക്ക കൊടുത്തുക്കണു, കള്ളനിക്ക് സ്വതക്ക കൊടുത്തു എന്നാണ്. അപ്പൊ അദ്ദേഹം അപ്പോഴും പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ. വീണ്ടും മനുഷ്യൻ മൂന്നാമത്തെ രാത്രിയും അദ്ദേഹം പറഞ്ഞു, ഇന്നും ഞാനൊരു സ്വതക്ക കൊടുക്കും. ആ സ്വതക്ക അന്ന് കിട്ടിയത് ഒരു പണക്കാരന്റെ കയ്യിലാണ്. നാലാമത്തെ ദിവസം ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു, നീ കൊടുത്ത സ്വതക്ക കൊണ്ട് വ്യഭിചാരിണിയായ പെണ്ണിന് പശ്ചാത്താപം തോന്നി, അവൾ വ്യഭിചാരം നിർത്തി. രണ്ടാമത്തത്, നീ കൊടുത്ത ആ പണം എത്തിയത് ഒരു കള്ളന്റെ കയ്യിലാണ്. ആ കള്ളൻ ആലോചിച്ചു, ഇത്ര നല്ല മനുഷ്യന്മാർ ലോകത്തുണ്ടല്ലേ, സ്വതക്ക തരുന്ന ആളുകളുണ്ടല്ലേ, എന്തിനാണ് ഞാൻ ആളുകളുടെ പണം മോഷ്ടിക്കുന്നത്? അദ്ദേഹം ആ പാപത്തിൽ നിന്ന് മടങ്ങി. മൂന്നാമത്തെ മനുഷ്യൻ ധനികനായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, ഞാനും എൻ്റെ ബാധ്യതയുമാണല്ലോ റബ്ബേ ഇങ്ങനെ സ്വതക്ക കൊടുക്കണമെന്ന്. അദ്ദേഹവും സ്വതക്ക കൊടുക്കാൻ തുടങ്ങിയതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഹദീസിനടുത്ത് പണ്ഡിതന്മാർ പറയുന്നത്, നല്ല നീയത്തുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത റിസൾട്ടാ പടച്ചോൻ തരിക. നല്ല നീയത്തുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത വലിയ റിസൾട്ടുകൾ നമുക്ക് പരലോകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു നല്ല മരണം ഉണ്ടാവണമെന്ന് നമ്മൾ കൊതിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം അതാണ്, നല്ല മനസ്സുണ്ടാവണം, നല്ല നീയത്തുണ്ടാവണം. ഒരിക്കലും ഭൗതികമായൊരു ചിന്ത നമ്മളെ പിടികൂടാനേ പാടില്ല. മാ കാന ലില്ലാഹി ഖാലിസൻ ഫഹുവ ബാഖിൻ വമാ കാന ലിഗൈരില്ലാഹി ഫഹുവ നാഫിൻ. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തത് അവിടെ ഉണ്ടാവും, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തത് അവിടെ ഉണ്ടാവും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ജയിൽ പുറത്ത് എഴുതി വെച്ച കിതാബുകൾ പ്രിന്റഡായി ലോകത്തിലേക്ക് കൈമാറപ്പെടുന്നു. മരത്തുണ്ടുകളിലും അതുപോലെ തന്നെ അക്ഷരം തെളിയാത്ത പുസ്തക പേജുകളിൽ എഴുതി വെച്ചത് ഇന്നും ലോകത്ത് അക്ഷരത്തെളിമയിൽ കളർ പ്രിന്റായി ഇറങ്ങുന്നുവെങ്കിൽ അവരുടെ മനസ്സിന്റെ നല്ല ഉദ്ദേശമാണ് അതിന്റെ കാരണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിൽ നല്ല നീയത്തുണ്ടാവണം. ആളുകൾക്കിടയിൽ പേര് കിട്ടാൻ, പ്രശസ്തി കിട്ടാൻ, അറിയപ്പെടാൻ, എന്റെ പേര് പറയണം എന്നൊരു നീയത്ത് നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും കടന്നുകൂടിയിട്ടുണ്ട് എങ്കിൽ അവന്റെ അമലുകൾ റഹ്മാനായ റബ്ബിന് വേണ്ട. ഹദീസിൽ കാണാൻ കഴിയും, മലായിക്കത്തിനെ വിളിച്ച് റബ്ബ് പറയും, ദാ ഈ അമലുകളൊക്കെ അങ്ങോട്ട് മാറ്റിവെക്ക്, ഇതൊക്കെ അങ്ങോട്ട് വലിച്ചെറിയേ. അപ്പൊ മലക്കുകൾ പറയുന്നതാണ്, യാ റബ്ബി മാ നറ ഇല്ലാ ഖൈറ. റബ്ബേ, ഞങ്ങൾ ഇതൊക്കെ കാണുന്നത് ഖൈറാണല്ലോ, അത് നിസ്കാരാണ്, ഇത് നിസ്കാരാണ്. എന്താ റബ്ബേ ഒന്ന് വലിച്ചെറിയാൻ പറഞ്ഞു, ഒന്ന് എടുക്കാൻ പറഞ്ഞത്?
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഹാദിഹിൽ അഅമാലു ഫുഇല ലിവജ്ഹി വഹാദിഹിൽ അഅമാലു ഫുഇല ലിഗൈരി വജ്ഹി. ഈ കർമ്മങ്ങളൊക്കെ അവൻ ചെയ്തത് എനിക്ക് വേണ്ടിയാണ്, അതൊക്കെ ചെയ്തത് നാട്ടുകാരെ കാണിക്കാനാണ്, അതെനിക്ക് വേണ്ട, അങ്ങോട്ട് വലിച്ചെറിഞ്ഞ ആളെന്നാണ്. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്രയും കൊല്ലം ചെയ്ത അമലുകളിൽ എത്ര എണ്ണം അള്ളാഹുവിലേക്ക് എത്തിയിട്ടുണ്ടാവും? ആളുകളെ കാണിക്കാൻ വേണ്ടി, പ്രശംസയ്ക്ക് വേണ്ടി, കയ്യടിക്ക് വേണ്ടി നമ്മൾ ചെയ്ത കർമ്മങ്ങളൊന്നും അത് തലക്ക് മുകളിലേക്ക് ഉയരില്ല എന്നാണ് ഈ ഹദീസുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. കൊണ്ട് നല്ലൊരു മരണം വേണമെങ്കിൽ നല്ല നീയത്താണ് പ്രധാനം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിസ്കാരം തന്നെയാണ്. അത് പ്രോപ്പർ അല്ലെങ്കിൽ നല്ല മയ്യത്താവാൻ പറ്റൂല. അറബ് നാട്ടിലൊരു ഷേഖ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു അനുഭവമുണ്ട്. ഒരു കോളേജിലൊരു വിദ്യാർത്ഥി ഒരു ദിവസം പ്രിൻസിപ്പളുടെ അടുക്കലേക്ക് ഓടി വരികയാണ്, കിതച്ചു വരികയാണ്. അവൻ വന്ന് പ്രിൻസിപ്പളുടെ റൂമിലെത്തി. അവൻ പറഞ്ഞു, എൻ്റെ അമ്മ കുറച്ച് പ്രയാസത്തിലാണ്, അപ്പോൾ എനിക്കെന്ത് ചെയ്യണം, എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണം, ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടത്, കാരണം പഠനത്തെക്കാൾ വലുതാണ് നിൻ്റെ ഉമ്മ, അതുകൊണ്ട് വേഗം പോയിക്കോ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ അനുവാദം കൊടുത്തു എന്നാണ്. ഇവൻ ബൈക്കെടുത്ത് അതിവേഗതയിൽ യാത്ര തിരിഞ്ഞു. അല്പമണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കോളേജിലേക്ക് ഒരു കോള് വന്നു, നിങ്ങളുടെ വിദ്യാർത്ഥി ആക്സിഡൻ്റായി മരണത്തോട് മല്ലിടാൻ, അതുകൊണ്ട് വേഗം വരണം. അപ്പോൾ ഇവിടുന്ന് പ്രിൻസിപ്പളും കുറച്ച് ഉസ്താദുമാരൊക്കെ വേഗം ചെന്ന് നോക്കിയപ്പോൾ ആക്സിഡൻ്റായിട്ട് ഇപ്പം മരണത്തോട് മല്ലിടുന്നൊരവസ്ഥയാണ്. നമുക്കറിയാമല്ലോ, സൗദി അറേബ്യയിലൊക്കെ അങ്ങനെ ഒരു പട്ടാളങ്ങളുണ്ട് ഷഹാദത്ത് എല്ലി കൊടുക്കാൻ. അപ്പോൾ ഈ കുട്ടിയുടെ ചവിട്ടിൽ ഇങ്ങനെ ഷഹാദത്ത് എല്ലി കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊടുക്കുക. പക്ഷെ ഈ കുട്ടി പറയണില്ല, അവനൊന്നും പറയുന്നില്ല എന്നാണ്. ഇവരൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കിക്കുക, എന്തവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണില്ലല്ലോ റബ്ബേ. അവസാനം അവൻ പറഞ്ഞ വാക്ക് മാ സജദ്തു ലില്ലാഹി സജദ എന്നാണ്. ഞാൻ അള്ളാഹിന് വേണ്ടി ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, ഞാനൊരു വഖത്ത് പോലും അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ല. ഈ വാക്ക് പറഞ്ഞിട്ടാണ് കുട്ടി മരിച്ചതെന്ന്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത വത്തബഉ ശഹവാ ഫസൗഫ യൽഖൗന ഗയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയാൻ, വൃത്തികെട്ട ഒരു സമൂഹമുണ്ട്, അവരുടെ ഒന്നാമത്തെ ദുർഗുണം, ഒന്നാമത്തെ അടയാളം അളാഉ സ്വലാ, അവർ നിസ്കാരം ഒഴിവാക്കുന്നവരാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് അതിനെ കണിശമായി കൊണ്ടടക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ മരണം നമുക്ക് നല്ലതായി മാറില്ല എന്നാണ്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഒരനുഭവം ഒരു ശൈഖ് പറയാണ്, ഒരു കുട്ടിയുടെ പിതാവ് മദ്യപാനിയായിരുന്നു, വ്യഭിചാരിയായിരുന്നു, ചെയ്യാൻ പറ്റാത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അയാളിങ്ങനെ മരിക്കാൻ കിടക്കുന്ന ഒരു പെട്ടെന്ന് ക്യാൻസർ വന്നു. ആ ക്യാൻസറിൻ്റെ ഏറ്റവും അവസാന സ്റ്റേജിലാണ് അത് കണ്ടെത്തിയത്. അവസാനം മരണത്തോട് മല്ലിടാണ്. മരണത്തോട് മല്ലിടുമ്പോൾ ഈ ഉപ്പ മകനെ വിളിച്ചു പറഞ്ഞു, മോനെ ഖുർആൻ ഒന്ന് കൊണ്ടുപോവാ, മുസഹഫ് ഒന്ന് കൊണ്ടുപോവാ. മുസഹഫ് കൊണ്ടുവന്നപ്പോൾ കുട്ടിക്ക് വല്ലാത്ത ഒരു സന്തോഷം, റബ്ബേ എൻ്റെ ഉപ്പാക്ക് മാറ്റം വന്നു മരിക്കാൻ നേരത്ത്. അവനെ സ്വയം പറഞ്ഞു, എൻ്റെ കാലുകൾക്ക് എന്നെ താങ്ങാൻ കഴിഞ്ഞില്ല, അത്ര സന്തോഷമായി. കാരണം എൻ്റെ ഉപ്പക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. കാരണം ഈ ഒരു സമയത്ത് മുസഹഫ് ചോദിക്കുകയോ. കുട്ടി വളരെ സന്തോഷത്തോടു കൂടി ഉപ്പാൻ്റെ കൈക്ക് മുസഹഫ് കൊടുത്തപ്പോൾ ആ ഉപ്പ മുസഹഫിൻ്റെ പേജുകൾ ഇങ്ങനെ മറിച്ച് അതിൻ്റെ അവസാനം സെൻട്രൽ പേജ് എടുത്ത് അതിലേക്ക് കാർക്കിച്ച് തുപ്പി മടക്കിയെന്നാണ്. കാർക്കിച്ച് തുപ്പി മടക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ആളല്ല എന്ന വാക്കിലാണ് മരിച്ചത് എന്നാണ്. അതാണ് സുഹൃത്തെ സൂഉൽ ഖാത്തിമ. പടച്ചോനത് തരും ആർക്ക്? റഹ്മാനായ റബ്ബിനെ ധിക്കരിച്ച്, അല്ലെ? ചെസ് കളിയിൽ അഡിക്റ്റായ ഒരു മനുഷ്യൻ പറയുന്നത്, അവനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോൾ അവൻ പറയുന്നത് ചെസ് ചെസ് എന്നുള്ളതാണ്, ചെക്ക് ചെക്ക് എന്നുള്ള ആ വാക്കാണ്. ചെക്ക് ചെക്ക് എന്നാ പറയുന്നതാണ്. കാരണം ഓന്റെ വാക്കുകൾ സ്വീകരിച്ചത് അങ്ങനെയാണ്, ഓന്റെ പതിവതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവിനുള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മധുരം നനക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ അവസാന സമയത്ത് സക്കറാത്തിന്റെ ഹാലിൽ നമ്മുടെ നാവത് മന്ത്രിക്കാൻ അള്ളാഹു തൗഫീക്ക് തരില്ല. അതുകൊണ്ട് നാവ് എപ്പോഴും ദിക്റുള്ള കൊണ്ട് നനച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളുടെ നാവ് ലാ യസാലു ലിസാനക റത്ബൻ ബിദിക്രില്ല, എപ്പോഴും പച്ച പിടിപ്പിക്കണം അള്ളാഹുവിൻ്റെ ദിക്റുകൾ കൊണ്ടാണ്. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യരുത്. അത് നമ്മൾ പ്രോപ്പറായി കൊണ്ടുനടന്നിട്ടില്ലേ ഒരു നല്ല മരണം സഹോദരങ്ങൾ നമുക്ക് ആർക്കും കിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരാളിങ്ങനെ ജമാഅത്തിന് വരാതെ
വീട്ടിൽ നിന്ന് നിസ്കരിച്ച് വരുന്നുണ്ട്. പള്ളിയിലെത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിസ്കരിച്ചോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിൽ നിസ്കരിച്ചു. അപ്പോൾ അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു പറയാണ്, മൻ സറഹു യൽഖല്ലാഹു ഗദൻ മുസ്ലിമൻ, നാളെ പരലോകത്ത് അള്ളാഹനെ മുസ്ലിമായി കണ്ടുമുട്ടണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ ഫലിയുഹാഫിള് അലാ ഹഉലായി സ്വലവാതി ഹൈസു യുനാദാ ബിഹിന്ന, ഈ 5 വക്ത് നിസ്കാരം എവിടുന്നാണോ നിങ്ങൾ വിളിക്കുന്നത് അവിടേക്ക് നിങ്ങൾ എത്തണം. അവിടേക്ക് നിങ്ങൾ എത്തണം. ആ 5 വക്ത് നമസ്കാരത്തെ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ നിങ്ങൾ മുതിരുന്നില്ല എങ്കിൽ വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫ ഫീ ബൈതിഹി, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ചാണ് നിങ്ങളുടെ നിസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ നാളെ പരലോകത്ത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ഒരിക്കലും റഹ്മാനായ റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പുരുഷന്മാരായ ആളുകൾ ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നല്ല മരണം നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു വിഷയം, നിസ്കാരത്തിന്റെ വിഷയം നല്ലവണ്ണം ശ്രദ്ധിക്കാം. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇതിൽ ഖുർആൻ ക്ലാസ്സിനും അതേപോലെ തന്നെ ഖുതുബക്കൊക്കെ പോണ ആളുകളായിരിക്കും അധികം. നമുക്കൊരു ഖുതുബയോ ഒരു ഖുർആൻ ക്ലാസ്സോ പോട്ടെ, ഈ ക്ലാസ് കേട്ടിട്ടും നമ്മുടെ മനസ്സിക്ക് ഇതൊന്നും സ്വീകരിക്കണം എന്ന് തോന്നുന്നില്ലെങ്കിൽ അതാണ് സൂഉൽ ഖാത്തിമയുടെ ഏറ്റവും വലിയ ലക്ഷണം. നമ്മൾ നന്നായി മരിക്കൂല. നിങ്ങൾക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ക്ലാസ് തുടങ്ങിയപ്പോൾ മുനാഫികളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ പറഞ്ഞു, റസൂൽ എൻ്റെ മുമ്പിൽ ഖുർആൻ ക്ലാസ് വേണ്ട, എനിക്കത് കേൾക്കാൻ പറ്റൂല. 9 കൊല്ലം റസൂലിന്റെ ഖുർആൻ ക്ലാസ് തൊട്ടടുത്ത് കേൾക്കാനുള്ള സൗകര്യമുണ്ടായിട്ട് പോലും ആ മനുഷ്യൻ മുസ്ലിമായി മരിക്കാൻ പറ്റിയില്ല. അയാൾ മുനാഫിക്കാണ്, മുനാഫിക്കിന്റെ നേതാവാണ്. എന്തുകൊണ്ടാ? ആദ്യത്തെ സമയത്ത് ഇത് സ്വീകരിക്കാൻ അയാൾ തയ്യാറായില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ കേൾക്കുന്നതിനെ നമ്മുടെ മനസ്സിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ മനസ്സ് ഇടുങ്ങിപ്പോയിട്ടുണ്ട്, പൂട്ടി വെക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തു നിസായിലെ 66-ാമത്തെ ആയത്ത്, വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീതാ, അവരെങ്ങാനും ഉത്ബോധിക്കപ്പെടുന്ന കാര്യങ്ങളെ സ്വീകരിച്ചിരുന്നെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതവർക്ക് നല്ലതായിരുന്നു, വഅശദ്ദ തസ്ബീതാ, അതവർക്ക് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള കാര്യവുമായിരുന്നു. നമ്മുടെ ദീനിൽ നമുക്ക് ഉറച്ചിക്കാന് നമുക്ക് ഖൈറായിരുന്നു. എന്ത്? ആ മിമ്പർന്ന് കേട്ട ആയത്തെ നമ്മൾ ശരിക്ക് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്, ആ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ആയത്തിനെ നമ്മളെ മനസ്സിക്ക് കൊണ്ടുവന്നിട്ട് ജീവിക്കുക എന്നുള്ളത് എന്തായിരുന്നു? ലകാന ഖൈറൻ ലഹും, അതവർക്ക് ഖൈറായിരുന്നു. പക്ഷെ അതെന്ത് ചെയ്തില്ല? അത് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെ മോശമായി എന്നുള്ളത്. നിങ്ങൾ ഖുർആനിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മളൊക്കെ എന്നും ജുമുഅക്ക് കേൾക്കുന്ന ഒരു ആയത്താണ് അല്ലെ? ആരാണ് ഏറ്റവും വലിയ അഷ്ഖ എന്ന് പറഞ്ഞത്? ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ. ഇപ്പോ വിശുദ്ധ ഖുർആനിൽ അഷ്ഖ എന്ന് പറയുന്ന മറ്റൊരു ഇടം നമുക്ക് വായിക്കാൻ കഴിയും. അത് സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിന്റെ കാല് മുറിച്ച മനുഷ്യനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞൊരു വാക്കാണ് അഷ്ഖ, ഏറ്റവും ഭാഗ്യം കെട്ട മനുഷ്യൻ. അതേ പ്രയോഗം അള്ളാഹു ഖുർആനിൽ വേറെ എടുത്ത് പറഞ്ഞ ആരെ കുറിച്ചുണ്ട്? ഫദക്കിർ ഇന്ന ഫഅതിദ്ദിക്റാ സയദ്ദക്കറു മൻ യഖ്ശാ വയതജന്നബുഹൽ അഷ്ഖാ. മഹാനായ മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയുന്നു, ഫദക്കിർ, നബിയെ താങ്കൾ ഉപദേശിക്കുക, ഉത്ബോധനം നൽകിക്കൊള്ളുക. ആർക്കാണ് ഉത്ബോധനങ്ങൾ ഉപകരിക്കുക? സയദ്ദക്കറു മൻ യഖ്ശാ, മനസ്സിനുള്ളിൽ റഹ്മാനായ റബ്ബിനെ ഭയമുള്ള മനുഷ്യരാരാണോ, പരലോകത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യരാരാണോ, അവർക്ക് അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ കൃത്യമായി ഉപകരിച്ചുകൊള്ളും. എന്നാൽ വയതജന്നബുഹൽ അഷ്ഖാ, റഹ്മാനായ റബ്ബിനെ പേടിയില്ലാതെ ഏറ്റവും ഭാഗ്യം കെട്ട ചില മനുഷ്യന്മാരുണ്ട്. അവർ ആ ഉത്ബോധനങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയും ചെയ്യും. അവർക്ക് ഖുർആൻ ക്ലാസ്സും കുത്തുബൊന്നും വലിയ വിഷയമല്ല. അവർ വരും, അവസാനത്തേക്ക് വരും, കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ പ്രസംഗം കേൾക്കുന്നുണ്ട്, നീച്ചണ്ട് പോകും. ആ പിറ്റേ ദിവസം അതിൻ്റെ ഒരു അസറും ഒരു തൈസീറും ഉണ്ടാവില്ല, ഒരു സ്വാധീനം ഉണ്ടാവില്ല ജീവിതത്തിൽ. അവനാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ മരണം നന്നാവണമെങ്കിൽ ഈ അഷ്കയിൽ നിന്ന് കഴിച്ചിലാവണം. കേൾക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റണം. ഇല്ലേ നമ്മുടെ മരണത്തിന് വലിയ ഖൈറൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് തഖ്വ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്ന ഒരു കവിത ഉണ്ട്, തസവ്വദ് ലില്ലദീ ലാ ബുദ്ദ മിൻഹു ഫഇന്നൽ മൗത മീഖാതുൽ ഇബാദി വതുബ് മിമ്മാ ജനൈത വഅൻത ഹയ്യുൻ വകുൻ മുതനബ്ബിഹൻ ഖബ്ല അർറമാദി. ഇതാ നിന്റെ ജീവിതത്തിൽ അനിവാര്യമായും നീ കണ്ടുമുട്ടേണ്ട ഒരു സംഗതിയുണ്ട്. ഫഇന്നൽ മൗത,
തീർച്ചയായും മരണം എന്നുള്ളത് മീഖാത്തുൽ ഇബാദി, അടിമകൾക്ക് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച യാഥാർത്ഥ്യമായൊരു സംഗതിയാണ്. അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ആരാ മരിക്കാത്തത്? ഇപ്പൊ 100 കൊല്ലം മുമ്പ് ജീവിച്ചവരെന്ന് കൈവയ്ക്കുന്ന പറഞ്ഞതിൽ ആരാള്? 100 കൊല്ലം ഇനി അപ്പുറത്തേക്ക് നിങ്ങൾ ജീവിക്കുന്നുള്ള ഉറപ്പുള്ള ഒരു കൈവയ്ക്കുന്ന പറഞ്ഞാൽ അതിനും പൊക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇശാസ്കാരം കഴിഞ്ഞിട്ട്, നബി മരിക്കുന്നതിൻ്റെ 1 മാസം മുമ്പാണ്, ഇശാസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി മുതൽ ഇനി അങ്ങോട്ടൊരു 100 കൊല്ലം കഴിഞ്ഞാൽ, അന്ന് രാത്രി മുതൽ ഇനി അങ്ങോട്ടൊരു 100 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് ജീവനുള്ള ഒരാളുണ്ടാവില്ല. എന്നുവെച്ചാൽ ഒരു 100 കൊല്ലം കൊണ്ട് ഇന്ന് ജീവിക്കുന്ന എല്ലാവരും മരിച്ചുകൊണ്ട് പോകും. സ്വഹാബത്തൊക്കെ പേടിച്ചങ്ങനെ ആ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു എന്നാണ്. അവരൊക്കെ ഭയത്തോടു കൂടി, കാരണം ആയുസ് അവസാനിക്കുന്നു എന്നൊരു തിരിച്ചറിവ് കൊടുക്കണം. നമുക്ക് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? നമ്മൾ ഈ 2026 കടന്നു വന്നപ്പോൾ എത്രത്തോളം നമ്മളൊരു ആയത്തിനെ ശരിക്കും ചിന്തിക്കും, ശരിക്കും ആലോചിക്കും. സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നടക്കുന്ന സന്തോഷകരമായ അനുഭവങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ദുഃഖകരമായ അനുഭവങ്ങളും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷകരമായ ഒരു അനുഭവം ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉമുഖ്റഊ കിതാബിയ ഇന്നി ളനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ. ആ പരലോകത്ത് വലത് കൈയിൽ ഗ്രന്ഥം കിട്ടുന്ന ചില ആളുകളുണ്ട്. അവൻ വിളിച്ചു പറയും, ഹാഉമുഖ്റഊ കിതാബിയ, ഇതാണ് എൻ്റെ ജീവിതം, ആയുഷ്കാലം മുഴുവൻ ഞാൻ ചെയ്തു വെച്ച എൻ്റെ ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ് ഇതിലുള്ളത്. എൻ്റെ രഹസ്യവും എൻ്റെ പരസ്യവും, എൻ്റെ ആളുകളുള്ളിടത്തും ആളുകളില്ലാത്തിടത്തും ഞാൻ എല്ലാ രീതിയിലും ചെയ്ത കർമ്മങ്ങളും അത് ഈ പുസ്തകത്താളുകളിൽ ഭദ്രമാണ്. അതുകൊണ്ട് ആർക്കാണ് വായിക്കാൻ ആഗ്രഹമുള്ളത് കടന്നു വന്നുകൊള്ളുക. ഹാഉമുഖ്റഊ കിതാബിയ, എൻ്റെ ഈ ഗ്രന്ഥത്തെ ഒന്ന് നിങ്ങൾ പാരായണം ചെയ്തു നോക്കൂ. അല്ലാഹു പറയാണ്, ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവനാണ് സംതൃപ്തമായ ജീവിതം ലഭിക്കുന്നത്. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലാണ് അവൻ കഴിഞ്ഞുകൂടുക. ഖുതൂഫുഹാ ദാനിയ, അവിടെയുള്ള പഴങ്ങളൊക്കെ അവന്റെ കയ്യെത്തും ദൂരത്തേക്ക് അവനെ എളുപ്പമാക്കി നൽകുന്നതാണ്. എന്നിട്ട് റഹ്മാനായ റബ്ബ മനുഷ്യനോട് പറയുന്നൊരു വാക്ക്, കുലൂ വശ്റബൂ, നിങ്ങൾ തിന്നുകൊള്ളുക, നിങ്ങൾ കുടിച്ചുകൊള്ളുക. ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, അയ്യാമുൽ ഖാലിയയിൽ ഏറ്റവും നന്നായി അമൽ ചെയ്തവരാണ് നിങ്ങൾ. അതുകൊണ്ട് സ്വർഗം നിങ്ങൾക്കുള്ളതാണ്. ഈ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പഴങ്ങളും നിങ്ങൾക്കുള്ള അനുഭവങ്ങളും അനുഭൂതികളും അത് ഏറ്റവും നന്നായി നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. എന്തേ കാരണം? അയ്യാമുൽ ഖാലിയ ഉപയോഗപ്പെടുത്തി. എന്താ അയ്യാമുൽ ഖാലിയ? നമ്മൾ ഈ ജീവിക്കണ കാലം അയ്യാമുദ്ദുന്യയാണ്. ഈ ദുനിയാവിന്റെ ജീവിതത്തെ നിങ്ങൾ മെച്ചപ്പെടുത്തി, നിങ്ങൾ ഉപയോഗിച്ചു. അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾ തിന്നോളിയും കുടിച്ചോളിയും അല്ലാഹു പറയുന്നതാണ്. ഇനി നരകത്തിലത്തെ ഒരു രംഗമുണ്ട്. നരകത്തിൽ മനുഷ്യന്മാരിങ്ങനെ അട്ടഹസിച്ച് പൊട്ടിക്കരയും. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ വഹും യസ്തരിഖൂന ഫീഹാ. ആ നരകത്തിനുള്ളിൽ അടിമകളായ മനുഷ്യന്മാർ അട്ടഹസിച്ച് പൊട്ടിക്കരയുകയാണ്. എന്താണ് അവരുടെ കരച്ചിൽ? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്നാ, ഞങ്ങളെ ഈ നരകത്തിന്റെ തീച്ചൂടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറക്കി തരാമോ? നഅമൽ സ്വാലിഹാ, ഞങ്ങൾ ചെയ്യാത്തതായ ധാരാളം സൽക്കർമ്മങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ ചെയ്തു കൊള്ളാം റബ്ബേ. ചെയ്യാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാൻ. നരകത്തേക്ക് തീയുടെ ചരിത്ത് കയറുമ്പോഴാണ് മനുഷ്യന്മാർക്ക് ബോധം വന്നത്. അതുവരെ ബോധമല്ല. തീ ഇങ്ങനെ പടർന്ന് കയറുമ്പോഴാണ് ബോധം വന്നത്. അപ്പൊ അല്ലാഹു പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. അല്ല മനുഷ്യ, നിനക്ക് ഞാൻ ആയുസ് തന്നിട്ടില്ലടോ, ചിന്തിക്കാനും ആലോചിക്കാനും മനസ്സിരുത്താനും പറ്റുന്ന ആയുസ് നിനക്ക് ഞാൻ തന്നില്ലയോ? വജാഅകുമുൻ നദീർ, താക്കീതുകാര് നിന്റെ അടുക്കലേക്ക് കടന്നു വന്നില്ലയോ? സ്വഹാബത്തായി, അമ്പിയാക്കളായി, മുർസലുകളായി, പ്രവാചകന്മാരായി, സലഫുകളായി. അതേ, അവിടുന്ന് അങ്ങോട്ട് ഈ പ്രബോധന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട്, സലഫുകളുടെ പ്രബോധനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ ദീനിന്റെ അസ്ലുകൾ പറഞ്ഞു തരാനുള്ള ആളുകൾ നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടില്ലയോ? പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യ നീ ഇവിടെ കരയുന്നത്? അതുകൊണ്ട് കരയേണ്ടതില്ല. ഫദൂഖൂ, നീ അനുഭവിച്ചു കൊള്ളുക. ഇവിടെ ഒരിക്കലും നിനക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്നാണ്. നിങ്ങൾ ഈ 2 ആയത്തൊന്ന് താരതമ്യം ചെയ്യും. ഒന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗ്ഗക്കാരോട് പറയണം, നിങ്ങൾ ദുനിയാവിൽ ഉഷാറായിരുന്നു, അതുകൊണ്ട് കഴിച്ചോളിയും ഭക്ഷിച്ചോളി. നരകക്കാരോട് പറയണം, നിങ്ങൾ ദുനിയാവ് ഉപയോഗപ്പെടുത്തിയില്ല, അതുകൊണ്ട് നിങ്ങളെ കാര്യം കട്ടപ്പോകയാണ്.
ഞാൻ ആലോചിക്കും, നമ്മൾ ഈ ജീവിക്കുന്ന ജീവിതേ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണ്ട തഖ്വയാണ്. അല ഫ ഇന്ന ഖൈറ സാദി അത്തഖ്വ. തഖ്വയാണ് ഏറ്റവും വലിയ വിഭവം. ഇത് നമുക്ക് എത്ര ഉണ്ട്? തഖ്വയെ വിശദീകരിക്കുന്ന ഒരുപാട് കാര്യം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, സമയപരിമിതി കൊണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കും. നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കി, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ മൊത്തത്തിൽ വെച്ച് പണ്ഡിതന്മാരിൽ ഒരാൾ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് എന്നെ സ്വാധീനിച്ചൊരു വാക്ക്. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളിടത്തൊക്കെ നമ്മളുണ്ട്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തിടത്തൊന്നും നമ്മളില്ല. ഇതാണ് തഖ്വ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അങ്ങനെയാണോ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല മജ്ലിസ് ഏതാണെന്നറിയോ? ഖുർആൻ പഠിക്കുന്ന മജ്ലിസാണ്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഖുർആനിൻ്റെ മജ്ലിസിൽ നമ്മൾ എത്തുന്നില്ലെങ്കിൽ നമ്മുടെ തഖ്വ എത്രത്തോളം ഉണ്ട്? ഞാൻ പറഞ്ഞല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വഹാബത്ത് ഇങ്ങനെ നടക്കുമ്പോഴേ സ്വർഗത്തിൻ്റെ തോട്ടങ്ങൾ ഇങ്ങനെ മണ്ണിൽ കാണും, ഈ ഭൂമിയിൽ കാണും. ആ കണ്ടങ്ങളാണ്ട് കയറിക്കോളി, അവിടെ ഇരുന്നിട്ട് സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട്. സ്വഹാബത്ത് പറയുന്നത്, റസൂലെ ഈ ഭൂമിയിൽ സ്വർഗമുണ്ടോ? അള്ളാഹിൻ്റെ റസൂൽ പറയുന്നുണ്ട്, അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന സദസ്സ്, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന ഇൽമിയായ സദസ്സുണ്ടല്ലോ, അത് സ്വർഗത്തിൻ്റെ ഒരു തോട്ടാണ്. സ്വർഗത്തിൻ്റെ ഒരു തോട്ടാണ്. ഈ ഇരിക്കുന്ന ആളുകൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കഴിഞ്ഞ ഒരു പ്രസംഗത്തിന് വേണ്ടി ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ പാലക്കാട് ഭാഗത്ത് ഒരു DJ പാർട്ടി ഉണ്ടായിരുന്നു. നിറഞ്ഞ് നമുക്ക് കുറേ ബ്ലോക്കായി. അതേ സമയത്ത് ഒരു ദീനിയായ ക്ലാസ്സിൻ്റെ മുമ്പിൽ വന്നാൽ എണ്ണിപ്പെറുക്കാവുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ. ആ ആളുകൾ വന്നിരിക്കുന്നു. നമുക്ക് അല്ലാഹ് തൗഫീഖ് നൽകിയതാണ് അല്ലേ? ഒരു ഖുർആനിൻ്റെ ആയത്ത് പഠിക്കാൻ നമുക്ക് വന്നിരിക്കാൻ പറ്റുന്നു എന്നുള്ളത് അള്ളാഹു നമ്മളെ മനസ്സിൽ എന്നൊരു തൗഫീഖ്. അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയാലും നമ്മളാണ് ഏറ്റവും വലിയ മണ്ടന്മാർ അല്ലേ? നല്ലൊരു സുഗന്ധം, നല്ല ഒരു അത്തർ ഇവിടെ ഇങ്ങനെ തേച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ ആസ്വദിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ മണം കിട്ടണില്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടോരാ. മനസ്സിലായോ? അതുകൊണ്ട് ഇൽമിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തഖ്വ ഉണ്ടോ നമ്മുടെ വസ്ത്രത്തിലൊരു മാറ്റം വരും. സഹോദരൻ, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ നഖം വെട്ടാൻ ആരെങ്കിലും വരുമോ? നമ്മുടെ ശരീരത്തിലെ ഈ അടയാളങ്ങളാണ് നമ്മൾ. നമ്മുടെ ശരീരത്തിലെ ഈ അടയാളങ്ങളാണ് നമ്മൾ. ഇസ്ലാമാണ് എന്ന് പറഞ്ഞ് മരിക്കുമ്പോൾ ഇസ്ലാം ആവണമെങ്കിൽ നമ്മളിൽ ആ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ ഉണ്ടാവണം. സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിനനുസരിച്ച് ആടിയുലയുന്ന വസ്ത്രധാരണകൾ നമ്മൾ സ്വീകരിച്ചാൽ പിന്നെ എങ്ങനെ മരിക്കാൻ പറ്റുക? നല്ലൊരു മരണം നമുക്ക് കിട്ടുമോ? അതുകൊണ്ട് ചുണ്ട് ചുവപ്പിച്ച് മുഖത്ത് പുട്ടിയിട്ട് ടൈറ്റ് ഫിറ്റായ വസ്ത്രവുമിട്ട് അന്യപുരുഷന്റെ കണ്ണുകൾ കൊത്തിവലിക്കുന്ന ആകർഷണീയമായ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്ന സ്ത്രീകൾ ഉണ്ട് എങ്കിൽ നമ്മൾ ആലോചിച്ചുകൊള്ളുക, ആ മലക്കുൽ മൗത്തിന്റെ വിളിയാളം ഏത് സമയത്തും നമ്മുടെ അടുത്തേക്ക് വരാം. തിരിച്ചു മടങ്ങൂ എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിലേക്ക്, നിനക്കിഷ്ടമാണ് നിന്റെ റബ്ബിലെ. അതുകൊണ്ടാണ് ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഏറെ സ്വീകരിച്ച് നിന്റെ മുഖത്തുള്ള താടിരോമം നീ വളർത്തിയത്. നിനക്കിഷ്ടമാണ് നിന്റെ റബ്ബിനെ. നിന്നെ പരിഹസിക്കുമ്പോഴും ഒരു ഫംഗ്ഷനിലെത്തുമ്പോൾ ആളുകൾ ഒന്നിച്ചു കൂടുന്നിടത്ത് അത് പുതപ്പിട്ടൊരു പോത്താണ്, ഒരു കാളയാണ്, എന്തോ ഒരു കറുത്ത ഭൂതം വരുന്നു എന്ന് പ്രിയമുള്ളവരെ പരിഹസിക്കുമ്പോൾ അടിപതറാതെ ഇതെന്റെ റബ്ബിനിഷ്ടമുള്ള വസ്ത്രധാരണയാണ്, അതുകൊണ്ട് എവിടെയും എൻ്റെ ഐഡന്റിറ്റി ഈ വസ്ത്രമാണ് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് മുമ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നിർഭയം പറയാൻ കഴിയും, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ. അല്ലാഹുവിലേക്ക് മടങ്ങാം, തൃപ്തനായി കൊണ്ട് മടങ്ങാം, സംതൃപ്തനായി കൊണ്ട് മടങ്ങാം. അതല്ലേ മരിക്കാൻ നേരത്തൊരു പേടി മനസ്സിലുണ്ടാവും, ഒരു കിലുക്കുണ്ടാവും, ഒരു ബേജാറുണ്ടാവും. റബ്ബേ, ഞാൻ ആരായിരുന്നു എന്നറിയുന്നവന്റെ കൈകളിലേക്കാണല്ലോ എൻ്റെ യാത്ര. എൻ്റെ രഹസ്യങ്ങൾ, എൻ്റെ പരസ്യങ്ങൾ, എൻ്റെ സ്വഭാവ വിശുദ്ധി, എൻ്റെ ആരാധനാ വിശുദ്ധി, എൻ്റെ വിശ്വാസ വിശുദ്ധി, എൻ്റെ സാമ്പത്തിക വിശുദ്ധി, ജീവിതത്തിൻ്റെ സർവ്വവിശുദ്ധിയെ സംബന്ധിച്ചും അതിസൂക്ഷ്മമായി അറിയുന്ന ലോകൈകനായ റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്കാണല്ലോ റബ്ബേ എൻ്റെ യാത്ര. അതുകൊണ്ട് ഹൃദയമൊന്ന് പിടച്ചു പോകും എപ്പോൾ നമ്മൾ ക്ലിയർ അല്ല എങ്കിൽ. നമ്മൾ ക്ലിയർ ആണോ പ്രിയമുള്ളവരെ, നമുക്കൊരു ബേജാറുണ്ടാവില്ല. അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരത്ത് കുടുംബക്കാർ കരയുമ്പോൾ പറഞ്ഞത്, സന്തോഷിക്കുക, ഞാൻ എൻ്റെ റബ്ബിനെ കാണാനുള്ള യാത്രയിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ തഖ്വ എന്ന് പറയുന്നത് അത് പ്രധാനമാണ്. ഇത് നഷ്ടപ്പെടുത്താതെ എങ്ങനെയെങ്കിലും ഇത് എടുക്കാൻ നോക്കുക, അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ തഖ്വ ഉള്ളത് ആരാ? ഏറ്റവും കൂടുതൽ തഖ്വ ഉള്ളത് ആരാ? അള്ളാഹിൻ്റെ റസൂലാ.
ആ റസൂലിന്റെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. പടച്ച റബ്ബേ, എൻ്റെ മനസ്സിന് തഖ്വ തരണേ, നീയാണ് അതിനെ വിശുദ്ധമാക്കുന്നവൻ, അതുകൊണ്ട് നീ അതിനെ വിശുദ്ധമാക്കി തരണേ. റസൂലിന്റെ പ്രാർത്ഥനയാണ്. ഇന്ന് വരെ ഒളിക്കണ്ണിട്ട് പോലും ഒരു സ്ത്രീയെ നോക്കാത്ത, അന്യന്റെ സമ്പത്തിൽ നിന്ന് ഒരു ദിർഹം പോലും തൻ്റെ പോക്കറ്റിൽ വീഴ്ത്താത്ത, ഒരു മനുഷ്യനെപ്പോലും നാവുകൊണ്ട് ഉപദ്രവിച്ചിട്ടില്ലാത്ത, ഒരാളുടെ സമ്പത്ത് പോലും അപഹരിച്ചെടുത്തിട്ടില്ലാത്ത, കാഫിരീങ്ങളായ അമുസ്ലിമീങ്ങളായ ആളുകളോട് പോലും ഏറ്റവും മാന്യമായി സ്വഭാവത്തോടുകൂടി പെരുമാറിയ ആ പ്രവാചകനാണ് പ്രാർത്ഥിച്ചത്, എനിക്ക് തഖ്വ തരണേ. കാലിൽ നീരുകെട്ടി നമസ്കരിക്കുമ്പോഴും അഫലാ അകൂന അബ്ദൻ ഷക്കൂറ എന്ന് പറഞ്ഞ പ്രവാചകൻ തഖ്വക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ എത്ര പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, നമ്മൾ നിരന്തരമായി ഒരു കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ 2 കാര്യങ്ങൾ കൂടെ പറയാം. ഒന്ന്, നമ്മുടെ കൂട്ടുകെട്ടാണ്. നല്ല മരണത്തിൽ ഏറ്റവും പ്രധാനം എന്തെന്നറിയോ? നമ്മുടെ കൂട്ടുകെട്ട. നമ്മുടെ കൂട്ടുകെട്ട് നന്നല്ലെങ്കിലേ നമ്മൾ കേടുവരുത്താൻ അവരും മതിയാവും, നിസ്സംശയം. നമ്മൾ ആത്മാർത്ഥ എന്ന് ചോദിച്ചു നോക്കി. ഇന്ന് നിങ്ങൾ സ്റ്റാറ്റസിൽ ഒരു സാധനം ഇട്ടിട്ട് അതിൽ ചെറിയൊരു മ്യൂസിക് ഉണ്ടെങ്കിൽ ഉടനെ ഇൻഡു അടിക്കാൻ എത്ര ആളുണ്ടാവും? നമുക്ക് എത്ര ആളുണ്ടാവും? എടാ നീ ഇട്ട് ശരിയല്ല, നീ ഒന്ന് വേഗം ഡിലീറ്റ് ചെയ്യണം എന്ന് വിളിച്ചു പറയും. ബഹുമാനായ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗം ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. അപ്പം നല്ല നമ്മളെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നൊരു സംസാരം. അപ്പോൾ ഉടനെ ഞാനത് സ്റ്റാറ്റസ് ഇട്ടു. അങ്ങനെ ഫോൺ അവിടെ വെച്ച് കുറച്ചപ്പുറത്ത് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഒരുപാട് ആളുകൾ ഇൻഡുട്ടിക്കാണ്. ഇങ്ങനെ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അതിൽ ഹമ്മിങ് ഉണ്ട്, ചെറിയൊരു മ്യൂസിക് ഉണ്ട്. അതാണ് ഗുണം. നമ്മുടെ സ്റ്റാറ്റസ് പ്രൈവസി ആക്കി വെക്കല്ല വേണ്ടത്. ഈമാനുള്ള മനുഷ്യനെ തെറ്റ് കാണുമ്പോൾ തടയുന്ന മനുഷ്യന്മാരുടെ സ്റ്റാറ്റസ് അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് പ്രൈവസി ആക്കി ഓനെ മാറ്റി വെക്കല്ലേ. മറിച്ച് എന്നെ തിരുത്തുന്നവരുണ്ടാവട്ടെ എൻ്റെ സുഹൃത്ത് വലയത്തിൽ. അബൂലഹബ്, പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 40 കൊല്ലം സംരക്ഷിച്ച മനുഷ്യനാണ് അബൂ ത്വാലിബ്. അള്ളാഹിന്റെ റസൂലിനെ 40 കൊല്ലം സംരക്ഷിച്ച ആള്. അത്ര ഇഷ്ടമായിരുന്നു റസൂലിനെ. പക്ഷേ ആ അബൂ ത്വാലിബ് മരിക്കാൻ സമയത്ത് റസൂല് വന്ന് പറയണ്ടല്ലോ, നമുക്ക് ചരിത്രം അറിയാം. അപ്പൊ അബൂ ത്വാലിബ് തൊട്ടടുത്ത് നിൽക്കുന്ന ആരാന്നറിയോ? അബൂ ത്വാലിബിന്റെ കൂട്ടുകാരൻ അബൂജഹലാണ്. അബൂജഹല് അബൂ ത്വാലിബിനോട് പറയണം, ഈ മരിക്കണ നേരത്ത് ദീൻ ഒഴിവാക്കാൻ നിൽക്കണം കേട്ടോ, എന്നെ കുറിച്ച് ആളുകൾ അതും പറയും. അബൂ ത്വാലിബ് പറഞ്ഞു, വാന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. കൂട്ടുകെട്ടിന്റെ അപകടം വളരെ വലുതാണ്. ധാരാളക്കണക്കിന് ചരിത്രങ്ങൾ അതിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരൊറ്റ ആയത്ത് പറയാം. നമ്മളെ കൂട്ടുകാരന്മാർ ഇതിൽ ഇങ്ങനെയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. സൂറത്ത് കഹ്ഫിലെ 28-ാമത്തെ ആയത്ത്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഉ വകാന അംറുഹു ഫുർതാ. നബിയോട് അള്ളാഹ് പറയാൻ, നബിയെ നിങ്ങൾ ആരെ കൂടെ നിൽക്കണ്ടെന്നറിയോ? അള്ളാഹുവിനെ രാവും പകലൊക്കെ ഓർക്കണ മനുഷ്യന്മാരുടെ കൂടെ നിൽക്കി. ഇനി സുഹൃത്തുക്കളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കി. നമ്മളെ സുഹൃത്തുക്കളിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുക. ആൾക്കാരുടെ സ്വഭാവം മസാവുമ്പോൾ ചെല്ലുണ്ടാവും, ടിക്കട എത്ര പേരുണ്ടാവും. അള്ളാഹുവിനെ രാവും പകലും ഓർക്കുന്ന മനുഷ്യന്മാരെ വേണ്ടത്. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയാ. ഭൗതിക ജീവിതത്തിന്റെ വിഭവങ്ങളിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ആഡംബര ജീവിതം നയിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരല്ല നിന്റെ സുഹൃത്തുക്കളാവേണ്ടത്. അവർ നിന്റെ സുഹൃത്തുക്കളായാൽ നിന്റെ ശ്രദ്ധയും നിന്റെ ചിന്തയും നിന്റെ കൊതികളും ഇഹലോകത്തിന്റെ പച്ചപ്പിനോടാക്കി തീർക്കും. നമ്മുടെ സുഹൃത്തു വലയത്തിൽ ഭൗതികതയോട് താല്പര്യമുള്ള മനുഷ്യന്മാരുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ ഉണ്ടാവും, ഒരു സംശയമില്ല. എന്നിട്ട് അല്ലാഹ് പറയണ, വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. എന്നെ കുറിച്ച് മറന്നുപോയ ആളുകൾ, അവരുടെ കൂടെ നീ അനുസരണയോട് കൂടി നിന്ന് കൊടുക്കരുത്. അള്ളാഹിനെ കുറിച്ച് ഓർമ്മല്ല. നമ്മളിങ്ങനെ ഒരു ടൂർ പോകുമ്പോൾ നിർത്തറ വണ്ടി എടുത്ത് പള്ളി നമുക്ക് നിസ്കരിച്ചിട്ട് പോവാം. ഈ പറയുന്ന കൂട്ടുകാരന്മാരെ വേണ്ടത്. സുബൈക്ക് മെസ്സേജ് ഇടുന്നത് നീച്ചിട്ടില്ലല്ലേ, എന്താ ഇങ്ങനെ ചോദിക്കണ കൂട്ടുകാരന്മാരെ വേണ്ടത് അല്ലേ? ഒരു കല്യാണത്തിന് ഫംഗ്ഷന് കണ്ടപ്പോൾ നല്ല മോഡേൺ ഡ്രസ്സ് മെല്ലെ കൊണ്ടുപോയിട്ട് DJ കോലത്തിന് നടന്നാലേ ശരിയല്ല കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ നടന്നാൽ പിന്നെ അപ്പോൾ ആരാ ഇസ്ലാമിനൊക്കെ ഉണ്ടാവുക? അതുകൊണ്ട് ഇത് ശരിയല്ല, ഇത് തിരുത്തണം കേട്ടോ എന്ന് പറയുന്നൊരു കൂട്ടുകാരെത്തി നമുക്കുണ്ടോ? അവരുടെ കൂടെ ഉണ്ടാവേണ്ടത്, അവരുടെ കൂടെ വേണ്ടത്. അതാ അല്ലാഹ് പറയുന്നത്,
അതുകൊണ്ട് സുഹൃത്തെ, നമ്മുടെ ദീന് നഷ്ടപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഈ കൂട്ടുകെട്ടാണ്. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലേ, ഉറപ്പാണ് നമ്മളെ ദീനിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോവും. നിസ്സംശയം റസൂല് പറഞ്ഞ കാര്യം, അർറജുലു അലാ ദീനി ഖലീലിഹി ഫലിയൻദുർ അഹദുക്കും മയുഖാലിൽ. നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരനെ നോക്കിക്കോ, നിങ്ങളെ ദീന ഓൻ്റെ കൂടെയാണ്. കൂട്ടുകെട്ട് നന്നല്ലേ, നിങ്ങൾക്ക് ദീനോണ്ട് കൂടെ നടക്കാൻ പറ്റൂല. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ ഒരു വിഷയത്തെ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കരുതുക. അതോടൊപ്പം തന്നെ തൗബ നിരന്തരമായി വർദ്ധിപ്പിക്കുക, നീട്ടിവെക്കാതിരിക്കുക. തൗബ നീട്ടിവെക്കുന്നൊരു അവസ്ഥ ഉണ്ടായാൽ എല്ലാം നഷ്ടമായിരിക്കും അല്ലേ? ഒരു കഥ ഒരു സുഹൃത്ത് എഴുതിയത് ഓർക്കുകയാണ്. പള്ളിക്കാട്ടിലേക്ക് നോക്കിയിട്ട് ഒരു ദിവസം രാത്രിയിൽ അവനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, നാളെ നന്നാവാം. പിറ്റേന്ന് പ്രഭാതത്തിൽ ആ പള്ളിക്കാട്ടിൽ ഒരു പുതിയ ഖബർ പ്രത്യക്ഷപ്പെട്ടു. അത് ഇവൻ്റെ ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മാറാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്ന തൗബയുടെ അവസ്ഥ നമുക്കുണ്ടാവരുത്. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. എന്തെങ്കിലും അബദ്ധങ്ങൾ ജീവിതത്തിൽ വന്നു പോയാൽ ദക്കറുല്ലാ, ഉടനടി റബ്ബിനെ മനസ്സിൽ ഇങ്ങോട്ട് ഓർക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ മനസ്സിൽ കൊണ്ട് കയറി വരും. എന്നിട്ട് അവൻ പറയും ഫസ്തഗ്ഫറു ലിദുനൂബി, അവൻ്റെ തെറ്റിന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാടോ നിന്റെ പാപങ്ങൾ പൊറുത്തരാനുള്ളതെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തൗബ നീട്ടിവെക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. നല്ല ഇസ്തിഖാമത്തോട് കൂടി ജീവിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ 10-14ഓളം കാര്യങ്ങളുണ്ട്, ഞാനതിൻ്റെ ഒരു പകുതി പോലും എത്തിയിട്ടില്ല. നല്ല ഇസ്തിഖാമത്തോട് കൂടി ജീവിക്കാം. ഇസ്തിഖാമത്തില്ലെങ്കിൽ നമുക്ക് മരിക്കുന്ന നേരത്ത് നല്ലൊരു സന്തോഷ വാർത്ത ഉണ്ടാവില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞ് ആ ആദർശത്തിൽ നിലയുറപ്പിച്ച മനുഷ്യന്മാർ മരിക്കാൻ നേരത്ത് ആകാശലോകത്തുനിന്ന് വെള്ളവസ്ത്രധാരികളായ മലക്കുകൾ സ്വർഗത്തിന്റെ കഫംപുടവയും കൊണ്ട് സ്വർഗത്തിന്റെ സുഗന്ധ വ്യഞ്ജനങ്ങളും കൊണ്ട് അവരുടെ അടുക്കലേക്ക് നടന്നു വന്ന് ആ മലക്കുകൾ നമുക്ക് ചുറ്റും ഇങ്ങനെ ഇരുന്നു കൊണ്ട് അവർ പറയും അല്ലേ, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട, പേടിക്കണ്ട, ഇങ്ങോട്ട് വരി. മക്കളെ കാര്യം പടച്ചവൻ ഏറ്റിട്ടുണ്ട്, പോകാനുള്ളത് പരലോകമല്ലേ, അത് അള്ളി ഏറ്റിട്ടുണ്ട്, അവിടേക്കൊരു പേടിയും വേണ്ട, അത് സ്വർഗമാണ്. ഇതാ കേൾക്കണ്ട്. മരിക്കാൻ നേരത്തെ കുട്ടികളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട, മക്കളെയും ഭാര്യൻ്റെയും കുടുംബത്തിൻ്റെ കാര്യമൊക്കെ അള്ള ഏറ്റിട്ടുണ്ട് കേട്ടോ. അതാണ് ഹുസ്നു വേണ്ട പറഞ്ഞ്. പിന്നെന്താ, ഹൗഫ് വേണ്ട, പോകാനുള്ള പരലോകം അവിടെ നരകമല്ല, എനിക്ക് സ്വർഗമാണ്. ആ ഹൗഫും വേണ്ട, ഹുസ്നും വേണ്ട, നിനക്കുള്ളത് അബ്ശിറൂ ബിൽ ജന്ന. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇസ്തിഖാമത്ത് വേണം. ഇസ്തിഖാമത്ത് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്വീകരിച്ച ആദർശത്തിൽ നിലയുറപ്പിച്ച് ജീവിക്കാം. പരലോകത്തൊരു സിറാത്ത് ഉണ്ട്, നമുക്കറിയാം. ആ സിറാത്ത് മാലത്തിൽ നമ്മുടെ കാലിന് ബലം കിട്ടണമെങ്കിൽ ഇവിടെ ഒരു സിറാത്ത് ഉണ്ട്, ഇവിടെ ഒരു സിറാത്ത് ഉണ്ട്. അത് ഏത് സിറാത്താ? ഇസ്ലാം എന്ന ഈ ആദർശത്തിന്റെ സിറാത്താണ്. ഈ സിറാത്തിലൂടെ വ്യതിചലിക്കാതെ നിലയുറപ്പിച്ച് നന്മകളിൽ ജീവിക്കാൻ പറ്റണം. പലതിലേക്കും ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കും. ലിബറലിസവും അതുപോലെ തന്നെ ഫെമിനിസവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള LGBTQ തുടങ്ങിയിട്ടുള്ള ആദർശങ്ങളിലേക്ക്, തത്വങ്ങളിലേക്ക് ആളുകൾ, സ്വതന്ത്രവാദത്തിലേക്ക്, നിന്റെ ബോഡി, നിന്റെ ചോയ്സ്, നിന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകാൻ പലരും ഉണ്ടാകും. അതൊക്കെ ഓരോ തുറുക്കുകളാണ്, ഓരോ വഴികളാണ്, ഓരോ സബീലുകളാണ്. ഇന്ന ഫീ കുല്ലി സുബുലിൻ മിനശ് ശൈത്താൻ, ഓരോ വഴികളിലും ഓരോ പിശാച് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പാതയിൽ, ഈ നേരായ പാതയിൽ നിന്റെ കാലുകൾക്ക് ബലം കൊടുത്ത് നടന്നോ എങ്കിൽ നാളെ പരലോകത്ത് സിറാത്ത് എന്ന പാലത്തിൽ നിന്റെ കാലുകൾക്ക് ബലം കിട്ടും. അതല്ലെങ്കിൽ കുതറി താഴേക്ക് നരകത്തിലേക്ക് വീഴും എന്നതാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്തുക. നമ്മുടെ ജീവിതത്തിൽ ഈമാനിക അന്തരീക്ഷം കിട്ടാനുള്ള എല്ലാവിധ പണികളും നമ്മൾ എടുക്കുക. വീട്ടിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ചർച്ച ചെയ്യുക. കുടുംബസമേതം ഖുർആൻ ക്ലാസ്സുകളിലേക്കും ഖുത്ബകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ ഒത്തൊരുമിച്ച് അതിൽ പങ്കെടുക്കുക. അങ്ങനെ ഒരു ഉസ്റത്തുൻ മുസ്ലിമ, ഉസ്റത്തുൻ ദീനിയ, ഒരു ദീനിയായ കുടുംബം, ഒരു മുസ്ലിം കുടുംബം, ഒരു സ്വാലിഹായ കുടുംബം, നാളെ പരലോകത്ത് ഉദ്ഖുലുൽ ജന്നത വഅൻതും വഅസ്വാജുക്കും, നിങ്ങളും നിങ്ങളുടെ ഇണകളുമൊക്കെയായി സ്വർഗത്തിൽ കയറിക്കോ എന്ന് പറയുന്ന സന്തോഷകരമായ ആ നിമിഷം, അതിനുവേണ്ടി നമ്മൾ അമൽ ചെയ്യുക, അതിനുവേണ്ടി പ്ലാനിങ്ങുകൾ എടുക്കുക. എങ്കിൽ നമ്മുടെ മരണം ഏറ്റവും സുന്ദരമാക്കാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഇരിക്കുന്ന ഒരാളും അത് പറയാതിരിക്കില്ല. ഇഖ്റ, വായിക്കാന്നാണ്. 5 ആയത്ത് ഖുർആനിൽ ആദ്യം ഇറങ്ങി.
ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ 5 ആയത്തിലെ 6 പദങ്ങൾ വിജ്ഞാനത്തിനാണ്. 5 ആയത്തേ ഇറങ്ങിയിട്ടുള്ളൂ, പക്ഷെ 6 പദങ്ങൾ അറിവിനെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. ഇഖ്റ, പിന്നെയും പറഞ്ഞു ഇഖ്റ, അല്ലമ, ഖലം, അല്ലമ, അല്ലേ, അല്ലമ അല്ലമ എന്നുള്ളതും യഅലം എന്നുള്ളതും ഇഖ്റ എന്നുള്ളതും ഖലം എന്നുള്ളതും വിജ്ഞാനത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് അള്ളാഹ് വെറുതെ അറിയില്ലല്ലോ. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ആയത്ത് നമ്മൾ ഈ പ്രസംഗം തുടങ്ങുന്നത് പോലെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും, അങ്ങനെ പറയുന്നൊരു കാര്യമല്ല. ആദ്യത്തെ ആയത്തിനും അവസാനത്തെ ആയത്തിന് എത്ര പ്രത്യേകത ഉണ്ടോ അത്ര പ്രത്യേകത ഉണ്ട്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, കഴിഞ്ഞ ഈ കൊല്ലം 2025 കഴിഞ്ഞു പോയി, ഒരു പുസ്തകം പരിപൂർണമായി വായിച്ചോരൊന്ന് കൈവക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ആൾക്ക് പൊക്കാൻ പറയും? നമ്മളെന്താ വായിക്കാത്തത്? അത് മനസ്സിലാവുന്നില്ല. വാട്സപ്പിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ വായിക്കാൻ ഇഷ്ടം പോലെ, അതൊക്കെ വായിക്കണ്ട്. നേർപ്പത്തിൽ ആകെ 10, 30, 50 പേജിൻ്റെ ഉള്ളിലൊക്കെ വരണുള്ളൂ. നമ്മൾ പറയും സമയമല്ല. നമ്മൾ ഒരു ഹദീസ് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാത്ത സമയങ്ങളെല്ലാം പരലോകത്ത് നിങ്ങൾക്ക് എതിരായിരിക്കുന്ന വക്കാന അലൈഹി തിറത്തുൻ ഹസിറത്തുൻ. അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സമയത്തിൻ്റെ പേരിൽ നിങ്ങൾ പരലോകത്ത് കരയേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്ക് സമയമില്ല എന്ന് എന്താ പറയുന്നത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് സമയമുണ്ട്. ഒരു ബസ് യാത്രയിൽ നമ്മൾക്ക് അത് വായിച്ചു തീർക്കാൻ പറ്റും, അല്ല? ഒരു 2 മണിക്കൂർ ബസ് യാത്ര നടത്തുന്നുണ്ടെങ്കിൽ സിമ്പിളായി വായിച്ചു തീർക്കാം. അതുകൊണ്ട് ഇനിയും അതിൽ ചേരാത്ത ആളുകളുണ്ടെങ്കിൽ അത് നമ്മൾ ചേരണം എന്നുള്ളതിനെ ഓർമ്മപ്പെടുത്തുന്നത്. 550 ഉറുപ്പ്യ കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആ പുതിയ വിസ്ഡം ഹൗസ് ഒന്നും കെട്ടിപ്പടുക്കൂല, അതിന് മാത്രമൊന്നും അതാവൂല, മനസ്സിലായോ? പിന്നെ അത് വാങ്ങണം എന്തിനാ? ഒരു കൊല്ലത്തേക്ക് 550 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇതൊരു കൊല്ലം ആഴ്ചയിൽ ഇങ്ങനെ വരും, 30-50 പേജുള്ള ഈ സാധനം. അതിൻ്റെ ഉള്ളിൽ വരുന്നതോ അതിനേക്കാൾ കാമ്പുള്ള സാധനങ്ങൾ. ഒരുപാട് പണ്ഡിതന്മാർ ദീർഘകാലം ചർച്ച ചെയ്തിട്ട് എഴുതുന്ന ലേഖനങ്ങൾ. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലൊരു നേർപ്പതല്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത് നമ്മൾ വരി ചേരണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇമാം അൽബാനിയൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചാൽ ഒരു ദിവസം അദ്ദേഹം ഏകദേശം 1000-ഓളം പേജുകൾ വായിച്ചു തീർക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇമാം ബുഖാരിയുടെ സ്വഹീഹ് 7000 ചില ഹദീസ് ഉണ്ട്. അസർ നിസ്കാരത്തിന് ശേഷം അങ്ങോട്ട് തുടങ്ങിയിട്ട് മഗ്രിബ് കഴിയുമ്പോഴേക്കും അത് മുഴുവൻ പൂർത്തിയാക്കുന്നതാണ്. ഒന്നുമില്ല. അതുകൊണ്ട് ഈ നേർപ്പദം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള, അത് ഉമ്മാക്കും വായിക്കാം, വാപ്പാക്കും വായിക്കാം, വീട്ടിലെ മരുമക്കൾക്കും വായിക്കാം, എല്ലാവർക്കും വായിക്കാം. അതോ എന്ത് ചെയ്യുക? വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞൊരു കുടുംബമുണ്ട്. ആ കുടുംബം യത്ലൂന കിതാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിനെ കുറിച്ച് പരസ്പരം കൂടിയിരുന്ന് വായിക്കുന്നവരാണെന്നാണ്. അപ്പം അത് നമ്മളുടെ വീട്ടിലുണ്ടാവുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇൻഷാ അള്ളാഹ് ഈ വരുന്ന ശനിയാഴ്ച, അല്ലേ, ശനിയാഴ്ച അൽവാൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ അൽഹംദുലില്ലാ ധാരാളക്കണക്കിന് മണ്ഡലങ്ങളിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ വളരെ അപകടകരമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. 5-7 ക്ലാസ്സിലെ കുട്ടികളാണ് ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കൊറിയൻ ഭാഷയിൽ ചാറ്റ് ചെയ്യുന്നത്. 7 ക്ലാസ്സിലത്തെ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കൊറിയൻ ഭാഷയിൽ ചാറ്റ് ചെയ്യുന്നു. എവിടെ എത്തിയിട്ടുണ്ട്? നമ്മളൊക്കെ മറ്റേ കൊറിയ എന്ന് പറഞ്ഞ ചില ആളുകൾക്ക് ഇപ്പോൾ BTS എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റേ എന്താ സംഭവം പോലെ അറിയാത്തവരുണ്ട്. നമ്മുടെ ഇപ്പോൾ BTS ഒക്കെ വിട്ട് എവിടേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ റാപ്പേഴ്സിന് അതല്ലെങ്കിൽ അങ്ങനെയുള്ള ടീമിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാട്ട് പാടാൻ കുത്തിരിക്കുന്ന ആളുടെ പിന്നാലെ എത്ര ആളാണ്? കാസർഗോഡ്, ഞാൻ പേര് പറയുന്നില്ല, തിരക്കും മടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുസ്ലിം വല്യമാര് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എവിടുന്നായി വരുന്നത്? അതുകൊണ്ട് നമ്മളെ മക്കളിങ്ങനെ ഒരു മടയിലുള്ളത് നമ്മൾ കണ്ടത് ചേരയാണെങ്കിലും അപ്പുറത്തുള്ളത് മൂർഖനാണെന്ന് പറഞ്ഞ കോലത്തിലാണ്. ദീൻ അറിയാത്തതുകൊണ്ടാണ്. അവർക്ക് ഈ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ നന്നാവും. അത് നമ്മളെ പ്രത്യേകതല്ല. യുഅല്ലിമുഹുമുൽ കിതാബ വയുസക്കിഹിം, അള്ളാഹ് പറഞ്ഞതാണ്. അതപ്പതിച്ച ഒരു സമൂഹത്തെ ഉന്നമനത്തിലേക്ക്, ഉന്നതിയിലേക്ക്, സമാനതകളില്ലാത്ത തലമുറകളാക്കി മാറ്റിയത് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇൻഷാ അല്ലാഹ് പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ഉണ്ട്, ആൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെ ഈ അൽവാൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച രാവിലെ മുതൽ ആരംഭിക്കും. അപ്പോൾ പെൺകുട്ടികളെയും നമ്മുടെ ആൺകുട്ടികളെയും ആ ഒരു പ്രോഗ്രാമിന് എത്തിക്കുക. നമ്മൾ മുഖേന കുറേ ആളുകൾ അവിടെ എത്തിപ്പെടുക എന്നത് നിർബന്ധമാണ്. നാളെ ഒരുപക്ഷെ നമ്മൾ മരിച്ചാലും
നമുക്ക് അൽഹംദുലില്ലാ ഇങ്ങനെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികളെ ആ ഒരു പ്രോഗ്രാമിന് പ്രത്യേകമായി എത്തിക്കുക. അള്ളാഹു ഖുർആനിൽ റഹ്മത്ത് എന്ന് മക്കളെ പറഞ്ഞു, ബറക്കത്ത് എന്ന് പറഞ്ഞു, സീനത്ത് എന്ന് പറഞ്ഞു. ഈ ബറക്കത്തും റഹ്മത്തും സീനത്തും ആവണമെങ്കിൽ, നിങ്ങൾക്ക് കൺകുളിർമയാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീന് കൊടുക്കണം. അല്ലാത്തിടത്തോളം അത് നിങ്ങൾക്ക് ബല ആയിക്കൊണ്ട് തന്നെ, പരീക്ഷണമായി കൊണ്ട് തന്നെ നിലനിൽക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ദീനിയായ രംഗത്ത് മുന്നേറാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് കൺകുളിർമയുള്ള കുടുംബത്തെ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ദീനി രംഗത്ത് സജീവരായി പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, തൊട്ടടുത്ത ദിവസങ്ങളിൽ നിന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ സുഹൃത്തുക്കൾ, എല്ലാവരുടെ കബറിടവും അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നെറ്റിത്തടം ഉയർച്ച് വെള്ളവസ്ത്രധാരികളായ മലായികമാരെ കണ്ടുകൊണ്ട് ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ എന്ന സന്തോഷ വിളികൾ കേട്ട് റഹ്മാനായ റബ്ബിലേക്ക് എപ്പോഴാണോ മരിക്കുന്നത് അപ്പോൾ സന്തോഷത്തോടെ മടങ്ങാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.